എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ പ്രകൃതി ശക്തിയുടെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ അമ്മേ. മഹാദേവനോടും ഗുരുപരമ്പരകളോടും അതുപോലെ ആ പ്രകൃതി ശക്തിയുടെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. അതെന്താ? ശ്രീജമ്മയുടെ ഓഡിയോ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോയില്ലേ? അപ്പോ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 20 അല്ലേ? അധ്യായം 20. മൈത്രേയ മഹർഷിയും വിതുരരും തമ്മിലുള്ള സംഭാഷണം. അതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ വിഷയം. ഓർമ്മയുണ്ടോ നമ്മൾ എവിടെയാണ് നിർത്തിയതെന്ന്? ആ സംസാരം എവിടെയാണ് നിർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? നിർത്തുക എന്ന് വെച്ചാൽ വരാഹ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് പോയി അല്ലേ? അപ്പോൾ അവർ തമ്മിലുള്ള ആ സംഭാഷണം അത് എവിടെയാണ് നിർത്തിയതെന്നുള്ള ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അതിൻ്റെ ആ തുടക്കം ഓർമ്മയുണ്ടോ? അതായത് തൃതീയ സ്കന്ധം ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടു ഇതുപോലെ ആ ഒരു പഞ്ചപാണ്ഡവരൊക്കെ ശരീരം ഉപേക്ഷിക്കുന്നതും അതിനു മുൻപ് ഭഗവാന്റെ സ്വർഗാരോഹണവും അതിനുശേഷം ഉദ്ധവര് ഭഗവാൻ സ്വർഗാരോഹണത്തിനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഭഗവാന്റെ കൂടെ പോവുകയാണ്. അപ്പോൾ ഉദ്ധവർക്ക് ഭഗവാൻ ഉപദേശം കൊടുത്തു, എനിക്ക് കൂടെ കൂട്ടാൻ പറ്റില്ല, ശരിയായ ജ്ഞാനം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ ജ്ഞാനത്തിൽ വർത്തിച്ചുകൊണ്ട് അതിനെ അനുഭവിച്ചറിഞ്ഞ് വിജ്ഞാനമാക്കി നീ സ്വയം എത്തിച്ചേരണമെന്ന് ഉപദേശം കൊടുത്തു. എന്നിട്ടാണ് ഉദ്ധവരെ പറഞ്ഞേക്കുന്നത്. അതിനുശേഷം ഭഗവാൻ അങ്ങനെ ശരീരം ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി. ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതിനുശേഷം ഉദ്ധവര് തിരിച്ച് ഭഗവാൻ പറഞ്ഞ പോലെ ധ്യാനത്തിലിരിക്കാനായിട്ട് തപസ്സനുഷ്ഠിക്കാനായിട്ട് പോകുന്ന വഴിയിലാണ് വിതുരരെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ വിതുരരാണെങ്കിലോ രാജകൊട്ടാരത്തിൽ നിന്നും ചേട്ടനായിട്ടുള്ള ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും ഇറക്കിക്കൊണ്ട് വന്നു. അവർക്ക് ജീവിതത്തിൻ്റെ 4ാമത്തെ ആശ്രമം, അതായത് സന്യാസത്തെക്കുറിച്ച്, വാനപ്രസ്ഥം സന്യാസത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന അവരങ്ങനെ കാടിനകത്ത് ആശ്രമത്തിൽ വെച്ച് അവർ അഗ്നിക്ക് ഇരയായിട്ട് അവരവരുടെ 2 പേരുടെയും ശരീരം ഉപേക്ഷിച്ചു. അങ്ങനെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും അങ്ങനെ പോയി. അതിനുശേഷം വിതുരര് ഒരു അവധൂതനെ പോലെ തീർച്ചയായിട്ടും ഒരു ശരീരമൊക്കെ ഭക്ഷണം മറ്റു ഭൗതിക സുഖങ്ങളിൽ ഒന്നും ആസക്തിയില്ലാതെ അങ്ങ് ജീവിച്ചു. അങ്ങനെ വിതുരർ പോകുന്ന വഴിയിലാണ് യാത്രാമധ്യത്തിൽ യമുനാ നദിയുടെ തീരത്ത് വെച്ച് ഉദ്ധവരെ കണ്ടുമുട്ടുന്നത്. ഓർമ്മയുണ്ടോ ആ ഭാഗങ്ങളെ നമ്മൾ പറഞ്ഞത്? അങ്ങനെ ഉദ്ധവരെ കണ്ടുമുട്ടിയപ്പോൾ ഉദ്ധവരോട് ചോദിക്കുകയാണ്. അപ്പോൾ വിതുരർ ഒരുപാട് വർഷം മുന്നേ രാജകൊട്ടാരം ഉപേക്ഷിച്ച് പോകുന്നതല്ലേ, അപ്പോൾ എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, പഞ്ചപാണ്ഡവർ ശരീരം ഉപേക്ഷിച്ചു, ഭഗവാൻ പോകുന്നതിന് മുൻപ് ഞാൻ ഭഗവാന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഭഗവാൻ എനിക്ക് ആത്മജ്ഞാനം ഉപദേശിച്ചു തന്നു എന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ വിതുരർ ഉദ്ധവരോട് പറയാണ്, ഭഗവാൻ പറഞ്ഞു തന്ന ആ ജ്ഞാനം അത് എനിക്കും പകർന്നു തരുമോ എന്ന് ഉദ്ധവരോട് ചോദിച്ചപ്പോൾ ഉദ്ധവർ പറഞ്ഞു, എനിക്കതിനുള്ള യോഗ്യതയില്ല, എനിക്ക് ഭഗവാനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം തപസ് അനുഷ്ഠിക്കുക എന്നതാണ്. പക്ഷെ അങ്ങ് നിരാശപ്പെടേണ്ട, ഭഗവാൻ എനിക്കത് പറഞ്ഞു തരുന്ന സമയത്ത് എൻ്റെ അടുത്ത് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, മൈത്രേയ മഹർഷിയെ ഭഗവാൻ ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു. അങ്ങ് നേരിട്ട് മൈത്രേയ മഹർഷിയെ പോയി കാണൂ എന്ന് വിതുരരോട് പറഞ്ഞു. അങ്ങനെ വിതുരര് മൈത്രേയ മഹർഷിയുടെ അടുത്ത് എത്തുകയാണ്. എന്നിട്ട് ഭഗവാന്റെ ചരിത്രത്തെക്കുറിച്ച്, ഭഗവത് മാഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്.
എന്നിട്ട് ഭഗവാന്റെ മഹാത്മ്യത്തെ, ഭഗവത് ചരിത്രത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അതുപോലെ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, ഈ പ്രപഞ്ചത്തെ ആരാണ് സൃഷ്ടിച്ചത്, ബ്രഹ്മാവ് എങ്ങനെയാണ് ഉണ്ടായത്, ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മം എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് വിദുരർ മൈത്രേയ മഹർഷിയോട് ചോദിച്ചപ്പോഴാണ് മൈത്രേയ മഹർഷി ഇതിങ്ങനെ എല്ലാ ചരിതങ്ങളും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്. അല്ലേ, ആദ്യം മഹത്തത്വം, അഹങ്കാരം, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും കൂടി ഒന്നുകൂടി പറയണത്. മഹത്തത്വം ഉണ്ടായത്, അതിലെ തന്നെ രജോ ഗുണം കൂടി നിന്ന അവസ്ഥയിൽ അഹങ്കാരം തന്നെ മൂന്നായി പിരിഞ്ഞു. അതിലെ തമോ ഗുണത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ, രജോ ഗുണത്തിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്. അങ്ങനെ ഇതിൽ നിന്നാണ് ഉണ്ടായത്. അങ്ങനെ അതിൽ നിന്ന് ശേഷം ഇവയെല്ലാ ഘടകങ്ങളും ഒരുമിച്ച്, ഈ ഘടകങ്ങളൊക്കെ വേറിട്ട് നിന്നപ്പോൾ ഭൗതിക പ്രകൃതി പ്രപഞ്ചം ഉണ്ടാവുന്നില്ല, സൃഷ്ടി നടക്കുന്നില്ല. അപ്പോൾ ഭഗവാന്റെ ആ പരമാത്മാവിൻ്റെ ശക്തി, പ്രകൃതി ശക്തി അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നു. എന്നിട്ട് എന്താ ഉണ്ടായത് ഓർമ്മയില്ലേ? ഈ ഘടകങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഓർക്കുന്നോ? അണ്ടം, ഒരു അണ്ടം, സ്വർണ്ണ രൂപത്തിൽ ഒരു അണ്ടം ഉണ്ടായി. ആ അണ്ടം കാരണജലത്തിൽ 1000-ലധികം വർഷം മുങ്ങിക്കിടന്നു, ഓർമ്മയില്ലേ? എന്നിട്ട് ആ അണ്ടത്തിനകത്തേക്ക് പ്രകൃതി ശക്തിയുടെ ചൈതന്യം ഒന്നും കൂടി വന്നു ഉയർന്നപ്പോൾ ആ അണ്ടം പൊട്ടി അതിൽ നിന്നും ആദിനാരായണമൂർത്തി വിരാട് സ്വരൂപൻ ഉണ്ടായി. ആ വിരാട് സ്വരൂപ ഭഗവാൻ അപ്പോൾ ഉറങ്ങിക്കിടക്കുക. ഭഗവാനെ ആ കാലശക്തി ഉണർത്തി. പ്രപഞ്ച സൃഷ്ടിയുടെ സമയമായി എന്ന് കണ്ടപ്പോൾ ഭഗവാൻ ഒന്ന് നോക്കുകയാണ് സ്വന്തം ഉദരത്തിലേക്ക്. അപ്പോഴാണ് ഭഗവാന്റെ ഉദരത്തിലാണ് മുഴുവൻ പ്രപഞ്ചവും, 14 ലോകങ്ങളും സർവ്വപ്രപഞ്ചവും ഭഗവാന്റെ ഉദരത്തിലാണ് കിടക്കുന്നത്, ശയിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഒരു നോട്ടം തട്ടിയ വഴിക്ക് ഇവയൊക്കെ ഉണർന്നു. അങ്ങനെ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമരത്തണ്ട് പുറത്തേക്ക് വന്ന് അതിലാണ് ബ്രഹ്മാവ് ഉണ്ടായത്. അങ്ങനെ ബ്രഹ്മാവ് ഉണ്ടായതിനു ശേഷം ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടത്തിയതെന്നൊക്കെ ഓർമ്മയില്ലേ? ആദ്യം ഞാൻ ആരാണ്, എവിടെയാണ് ഇരിക്കണേ, ഇതൊന്നും മനസ്സിലാവാതെ ബ്രഹ്മാവ് ആ താമരത്തണ്ടിലൂടെയൊക്കെ സഞ്ചരിച്ചു. ചുറ്റും നോക്കി, ആരെയും കാണാതായപ്പോൾ കണ്ണടച്ച് കുറച്ചു നേരം ധ്യാനിച്ച് തപസ് അനുഷ്ഠിച്ചപ്പോഴാണ് ഭഗവാന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. തപ എന്ന് ശബ്ദം കേട്ടപ്പോൾ ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു എന്നറിയാതെ ബ്രഹ്മാവ് തപസ് അനുഷ്ഠിക്കുകയാണ്. അങ്ങനെയാണ് വൈകുണ്ഠവാസിയായ ഭഗവാനെ, മഹാവിഷ്ണുവിനെ കാണാൻ പറ്റുന്നത്. ഭഗവാൻ അങ്ങനെ പറഞ്ഞു കൊടുത്ത രീതിയിൽ എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടത്തേണ്ടത്, പ്രപഞ്ചത്തെ സൃഷ്ടിക്കേണ്ടത് എങ്ങനെയെന്ന് ആ പ്രകൃതി, ആ ശക്തി പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് സൃഷ്ടി നടത്തണമെങ്കിൽ ആ പറഞ്ഞു കൊടുക്കുകയല്ല, നേരിട്ടിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇനി അതുപോലെ ചെയ്തോന്നല്ല പറയുന്നത്. കണ്ണടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി തപസ് ചെയ്താൽ മുന്നത്തെ കൽപ്പത്തിൽ എങ്ങനെയാണോ അങ്ങ് സൃഷ്ടി, ഇതിനു മുന്നേ ബ്രഹ്മാവ് ഉണ്ടായിട്ടുണ്ടല്ലോ, ആ കൽപ്പത്തിൽ എങ്ങനെയാണ് അങ്ങ് സൃഷ്ടികർമ്മം നടത്തിയത് അത് അങ്ങേക്ക് ഓർമ്മ വരും, ആ സ്മരണ അങ്ങേക്ക് വരും. ഇപ്പം അത് വരാത്തത് മനസ്സ് ആ ഭൗതിക വിഷയത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പം മനസ്സ് ഏകാഗ്രപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങയുടെ ഉത്തരവാദിത്വം എന്താണെന്ന് അങ്ങേക്ക് ശരിക്കും മനസ്സിലാവും. അങ്ങനെ ബ്രഹ്മദേവൻ വീണ്ടും തപസ് അനുഷ്ഠിച്ച് അതിൽ നിന്നും കിട്ടിയ ജ്ഞാനോദയത്താൽ അദ്ദേഹം അങ്ങനെ സൃഷ്ടികർമ്മം ആരംഭിച്ചു. ഇതൊക്കെ മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുത്തത് നമ്മൾ വളരെ വിശദമായി അന്ന് പറഞ്ഞതാണ്. തൃതീയ സ്കന്ധത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞു പോയതാണ് അല്ലേ. അങ്ങനെ പ്രകൃതി ശക്തി, കാലം എന്ന ശക്തി, കാലനിർണയം എങ്ങനെയായിരുന്നു, ഓരോ സമയങ്ങളും ദിവസങ്ങളും വർഷങ്ങളൊക്കെ നിർണയിക്കപ്പെട്ടത് എങ്ങനെയെന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്താൻ ആരംഭിച്ചു. അപ്പോൾ പക്ഷി, മൃഗാദികൾ, ജലജീവികൾ, സസ്യങ്ങൾ ഇതിനൊക്കെ ഉണ്ടാക്കി മനുഷ്യരെന്നുള്ള രീതിയിൽ ആദ്യം ഉണ്ടാക്കിയത് സനകാദിമാരെയായിരുന്നു. സനകാദി മഹർഷിമാരാണ് ആദ്യത്തെ. അവരോട് പ്രജാസൃഷ്ടി നടത്താൻ പറഞ്ഞപ്പോൾ അവർ തീർത്തും ജീവൻ മുക്തരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അവർക്കത് കഴിയില്ല എന്ന് കണ്ടപ്പോൾ കോപം വന്ന് നിൽക്കുന്ന ബ്രഹ്മാവിൻ്റെ ആ കോപത്തിൽ നിന്നും രുദ്രദേവനുണ്ടായി. അതിനുശേഷം രുദ്രദേവനും പത്നിയും കൂടി പ്രജകളെ സൃഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ വന്ന കുഴപ്പം എന്തായിരുന്നു, തമോ ഗുണമാണല്ലോ രുദ്രദേവന് കൂടല്ലേ, കോപത്തിൽ നിന്നല്ലേ ഉണ്ടായത്. അപ്പോൾ തമോ ഗുണം കൂടി നിൽക്കുന്ന പ്രജകളെ കൊണ്ട് ലോകം നിറയാൻ തുടങ്ങി. അപ്പോൾ ബ്രഹ്മാവ് രുദ്രദേവനെ ഉപദേശിച്ചു, നിർത്തൂ, ഇങ്ങനെയല്ല സൃഷ്ടികർമ്മം നടത്തേണ്ടത്. അങ്ങയുടെ ഉള്ളിലെ മായ, പ്രകൃതി, ആ മായ കൊണ്ട് അങ്ങയുടെ ഉള്ളിൽ നിൽക്കുന്ന വികാരം എന്താണോ, തമോ ഗുണമാണ്. ആ ഗുണത്തിൽ നിന്നുകൊണ്ട് അങ്ങ് സൃഷ്ടികർമ്മം നടത്താൻ പാടില്ല. അത് ചെയ്യണമെന്നതിന് മുൻപ് അങ്ങ് ആദ്യം തന്നെ തപസ് അനുഷ്ഠിക്കൂ, എന്നിട്ട് മനസ്സിനെ നിശ്ചലമാക്കൂ. അപ്പോഴാണ് ഈശ്വര ഇച്ഛ എന്താണെന്ന് അങ്ങേക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വേണം സൃഷ്ടി ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ രുദ്രദേവനും പത്നി സമേതനായി അങ്ങനെ തപസ് അനുഷ്ഠിക്കാൻ പോയി. അതിനുശേഷം ബ്രഹ്മദേവൻ വീണ്ടും
10 മഹർഷിമാർക്ക് അറിയാലോ, മരീചി മുതലായ മഹർഷി, നാരദ മഹർഷി തുടങ്ങിയ മഹർഷിമാർക്ക് ജന്മം കൊടുത്തു. പിന്നെ അവരിലൂടെ സൃഷ്ടികർമ്മം നടത്താൻ തുടങ്ങി. ആ സമയത്താണ് ബ്രഹ്മദേവന് ഒരു പിഴ സംഭവിച്ചത്. അതായത് അദ്ദേഹം സൃഷ്ടിച്ചതിൽ ഒരു മകള് ഒരു സൃഷ്ടികർമ്മം നടത്തിയതിൽ തന്നെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അതായത് സരസ്വതി ദേവി മകളാണ്. ആ മകളോട് തോന്നാൻ പാടില്ലാത്ത ഒരു ആഗ്രഹം ബ്രഹ്മദേവന് തോന്നുകയാണ്. അത് പിതാവിൻ്റെ മനസ്സിൽ അത് തോന്നി എന്ന് കണ്ടപ്പോൾ പുത്രന്മാരായ മഹർഷിമാർ ബ്രഹ്മദേവനെ ഉപദേശിച്ചു. കഴിഞ്ഞ യുഗത്തിലും ഇപ്പോഴും ഇനി വരാൻ പോകുന്ന കാലത്തും ഒരിക്കലും തോന്നാൻ പാടില്ലാത്തൊരു ചിന്തയാണ് ഇപ്പം അങ്ങയുടെ ഉള്ളിലെന്ന്. അതൊരിക്കലും പാടില്ല എന്ന് ഉപദേശിച്ചപ്പോൾ ബ്രഹ്മദേവന് തന്നെ ഒരു കുറ്റബോധം തോന്നി. ഒരിക്കലും ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ ആ നിരാശയിൽ അദ്ദേഹം തൻ്റെ ശരീരത്തെ ത്യജിച്ചു. ആ ശരീരത്തെ ത്യജിച്ചപ്പോൾ ആ ശരീരം അങ്ങനെ അന്തരീക്ഷത്തിൽ വ്യാപിച്ചു. അങ്ങനെ വ്യാപിച്ച അദ്ദേഹത്തിൻ്റെ ശരീരകണങ്ങളിൽ നിന്നാണ് രാത്രി ഉണ്ടായത്, ഇരുട്ട്, അന്ധകാരം ഉണ്ടായത്. ഇതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെ ആ അന്ധകാരം ഉണ്ടായി. അതിനുശേഷം വീണ്ടും ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ സ്വീകരിച്ച് സൃഷ്ടികർമ്മം നടത്താൻ തുടങ്ങി. പക്ഷേ അങ്ങനെ സൃഷ്ടികർമ്മം നടത്തിയെങ്കിലും കൂടി വേണ്ട വിധത്തിൽ ലോകത്ത് പ്രജകളെ കൊണ്ട് നിറയുന്നില്ല. ശരിയായ രീതിയിൽ അത് പ്രജകൾ നിറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ബ്രഹ്മദേവന് മനസ്സിലായി, ഇത് ഇങ്ങനെയല്ല ഞാൻ ഈ കർമ്മം ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം 2ആയി പിരിഞ്ഞു. ആ 2ആയി പിരിഞ്ഞത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? മറന്നുപോയോ ഭാഗവതമൊക്കെ കഴിഞ്ഞ ഭാഗങ്ങൾ? അപ്പോൾ ആ 2ആയി പിരിഞ്ഞത് സ്വയംഭുവമനുവും ശതരൂപയും, അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപയും. ബ്രഹ്മാവിൻ്റെ ശരീരം 2ആയി പിരിഞ്ഞത് ഭാര്യയും ഭർത്താവുമായിരുന്നു അവർ, സ്വയംഭുവമനുവും ശതരൂപയും. പിന്നീട് അവരിലൂടെയാണ് സൃഷ്ടികർമ്മം നടന്നത്. അപ്പോൾ അവർ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ബ്രഹ്മദേവനോട് തന്നെ ചോദിക്കുകയാണ്, അങ്ങാണ് ഞങ്ങളുടെ പിതാമഹൻ, അങ്ങയുടെ അനുഗ്രഹത്തോടു കൂടി വേണം ഞങ്ങൾ സൃഷ്ടികർമ്മം ചെയ്യാൻ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, ഭൂമിയിൽ പോയിട്ട് നിങ്ങളുടെ സൃഷ്ടികർമ്മം നടത്തുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ നോക്കുമ്പോഴെന്താ, ആ ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിലില്ല. അതായത് 14 ലോകങ്ങൾ ഇരിക്കുന്ന വിരാട് സ്വരൂപന്റെ ശരീരം മനസ്സിൽ കാണുക. ശിരസ് ബ്രഹ്മലോകം, പാതാളം, പാദത്തിൻ്റെ അടിഭാഗം പാതാളം, ഉദരഭാഗമാണ് ഭൂമി. ഇതൊക്കെ നമുക്ക് അരക്കെട്ടിൻ്റെ ഭാഗം ഭൂമി, ഇതൊക്കെ നമുക്കറിയാലോ. ആ ഇരിക്കേണ്ട സ്ഥാനത്ത് ഭൂമിയില്ല, ആ ഭ്രമണപഥത്തിലില്ല. അപ്പോഴാണ് ഭൂമിയെ കാണാനില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ അവർ സ്വയംഭുവമനു ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ്, ഭൂമിയെ എത്രയും പെട്ടെന്ന് അങ്ങ് യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അനുഗ്രഹിക്കണേ എന്ന്. അപ്പോഴാണ് ബ്രഹ്മദേവൻ നോക്കുന്നത്, ഭൂമിയെ കാണാനില്ല. അപ്പോൾ ബ്രഹ്മദേവൻ ഭൂമിയെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യണമെന്നറിയാൻ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിന്നുമാണ് വരാഹമൂർത്തി പുറത്തേക്ക് വന്നത്. ഇതല്ലേ നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത്, ഓർമ്മയുണ്ടോ? അല്ലേ? അങ്ങനെ വരാഹമൂർത്തി വന്നു രസാതല ലോകത്ത് നിന്നും ഭൂമിയെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. ആ കൊണ്ടുവരുന്ന സമയത്ത് അതിനെ തടയാൻ വന്ന ഹിരണ്യാക്ഷനെ വരാഹമൂർത്തി വധിച്ചു. ഇങ്ങനെ പറഞ്ഞു മൈത്രേയ മഹർഷി പറഞ്ഞപ്പോൾ വിദുരർ പറഞ്ഞു, എനിക്കിത് ഇങ്ങനെ കേട്ടാൽ പറ്റില്ല. വരാഹമൂർത്തി വന്നിട്ട് അപ്പോൾ ഭൂമി എന്തുകൊണ്ടാണ് രസാതലത്തിലേക്ക് പോയത്? വരാഹമൂർത്തി രസാതലത്തിൽ നിന്നും ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഹിരണ്യാക്ഷൻ അതിന് എന്തിനാണ് തടഞ്ഞത്? ഹിരണ്യാക്ഷനും ഭഗവാനും തമ്മിൽ എന്തിനാ യുദ്ധം ഉണ്ടായത്? ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് വിശദമായി അറിയണമെന്നൊരു ചോദ്യം വിദുരർ ചോദിച്ചപ്പോഴാണ് മൈത്രേയ മഹർഷി ഭഗവാന്റെ ആ വരാഹ അവതാരത്തെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തത്. മനസ്സിലായ? അവിടെ വരെയാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് അന്ന് അവർ പറഞ്ഞ ആ ഒരു സംഭാഷണം ഉണ്ടല്ലോ, മൈത്രേയ മഹർഷിയും വിദുരരും തമ്മിലുള്ള ആ സംഭാഷണം, അത് വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഭഗവാന്റെ വരാഹ അവതാരത്തിൻ്റെ വിശദീകരണം കഴിഞ്ഞപ്പോൾ വിദുരര് മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്, ഇനി അതിനുശേഷം അപ്പോൾ സ്വയംഭുവമനും ശതരൂപയും ഉണ്ടായ ഭാഗം വരെ എത്തിയിട്ടുള്ളൂ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ. പിന്നെ അതിനുശേഷം ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടി നടത്തിയത്? സ്വയംഭുവമനുവും ശതരൂപയും ചേർന്ന് പ്രജകളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള ഭാഗം. അപ്പോൾ അവിടെ വെച്ച് വരാഹമൂർത്തിയിലേക്ക് കഥ പോയിട്ട് പിന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു വന്നിട്ട് അതിൻ്റെ ബാക്കി ബ്രഹ്മദേവൻ്റെ സൃഷ്ടികർമ്മം, സ്വയംഭുവമനു എങ്ങനെയാണ് സൃഷ്ടി നടത്തിയത് എന്നൊക്കെയുള്ള വിശദീകരണമാണ് ഇനി നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഓർമ്മയുണ്ടാവുന്നോ? പറഞ്ഞപ്പോൾ ഓർമ്മ വന്നോ ഭാഗങ്ങളൊക്കെ? അധ്യായം 20 മൈത്രേയ മഹർഷിയും വിദുരരും തമ്മിലുള്ള സംഭാഷണം. ശ്ലോകം 1. ശൗനക ഉവാച
മഹീം പ്രതിഷ്ഠാം അധ്യസ്യ സൗദേ സ്വയംഭുവഃ മനുഃ കാനി അന്വതിഷ്ഠാത് ദ്വാരാണി മാർഗായ അവരജന്മനാം. മഹീം പ്രതിഷ്ഠാം അധ്യസ്യ സൗദേ സ്വയംഭുവഃ മനുഃ കാനി അന്വതിഷ്ഠാത് ദ്വാരാണി മാർഗായ അവരജന്മനാം. അതായത് ശൗനക ഉവാച എന്ന് പറയുമ്പോൾ നൈമിഷാരണ്യത്തിലിരുന്ന് ഇവർ തമ്മിലുള്ള ഈ സംഭാഷണത്തെക്കുറിച്ച് ആരാണ് പറയുന്നത്? സൂതമുനി ശൗനകാദികളോട് പറയുന്നതാണ്. അപ്പം അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ കണ്ട പ്രഥമസ്കന്ധത്തിൽ കണ്ട ഭാഗം ശൗനക ഉവാച. കേട്ടിരുന്ന ശൗനക മഹർഷി ചോദിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുന്ന സൂതമുനിയോട് ചോദിക്കുകയാണ്. മഹി ഭൂമിയെ പ്രതിഷ്ഠ, അതായത് ഉറപ്പിച്ചു വെക്കുക. അധ്യസ്യ വളരെ സുരക്ഷിതമായി ഭൂമിയെ അതിൻ്റെ ഭ്രമണപഥത്തിൽ ഉറപ്പിച്ചു വെച്ചു. സൗദേ എന്ന് വിളിക്കുന്നത് ഇവിടെ സൂതമുനി. അല്ലയോ സൂതമുനി, സ്വയംഭുവ മനു, അതിനുശേഷം സ്വയംഭുവ മനു കാനി അന്വതിഷ്ഠാത് ദ്വാരാണി, അതായത് ദ്വാരാണി എന്ന് വെച്ചാൽ മാർഗങ്ങൾ, കാനി അന്വതിഷ്ഠാത് എന്ന് വെച്ചാൽ ഏതൊക്കെ മാർഗങ്ങളെയാണ് സ്വീകരിച്ചത് എന്ന്. എന്തിന്? അവരജന്മന, തനിക്ക് ശേഷം വരാൻ പോകുന്ന പിൻഗാമികളുടെ മാർഗായ, അവരുടെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട്. മനസ്സിലായ? തൻ്റെ വംശത്തിൽപ്പെടുന്ന തൻ്റെ പിൻഗാമികളായിട്ടുള്ള തലമുറകളുടെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് സ്വയംഭുവ മനു അതിനുശേഷം എന്തു ചെയ്തു, ഏതൊക്കെ മാർഗത്തെ സ്വീകരിച്ചു, അതാണ് ചോദിക്കുന്നത്. അപ്പം സ്വയംഭുവ മനുവിനോട് ഭൂമിയിൽ പോയി കർമ്മം ചെയ്യാനാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. അപ്പോഴാണ് ഭൂമിയെ കാണാനില്ലാത്തതും വരാഹമൂർത്തിയുടെ കഥയും വന്നത്. അപ്പോൾ അതിനുശേഷം ഭൂമിയെ ഭഗവാൻ വരാഹാവതാരം എടുത്ത് ഭൂമിയെ അതിൻ്റെ ഭ്രമണപഥത്തിൽ ഉറപ്പിച്ചു വെച്ചതിന് ശേഷം പിന്നീട് സ്വയംഭുവ മനുവും അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപയും കൂടി അവരുടെ പിൻഗാമികളായിട്ടുള്ള തലമുറകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ മാർഗത്തെ സ്വീകരിച്ചു എന്ന് ശൗനക മഹർഷി സൂതമുനിയോട് ചോദിക്കുകയാണ് കേട്ടോ. അത് ശൗനക മഹർഷി സൂതമുനിയോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് സൂതമുനി അതിനുള്ള ഉത്തരം പറയുന്നത്. ഇനി ശ്ലോകം 2, 3, 4 ശ്ലോകങ്ങൾ ഒരുമിച്ച്, അപ്പോഴാണ് ഒരുമിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പൂർത്തിയാവുക. ക്ഷത്ത മഹാഭാഗവതഃ കൃഷ്ണസ്യ ഏകാന്തികഃ സുഹൃത്ത് യഹ തത്യാജ അഗ്രജം കൃഷ്ണേ സ ആപത്യ അഘവാൻ ഇതി. ക്ഷത്ത മഹാഭാഗവതഃ കൃഷ്ണസ്യ ഏകാന്തികഃ സുഹൃത്ത് യഹ തത്യാജ അഗ്രജം സ ആപത്യം അഘവാൻ ഇതി എന്ന് വെച്ചാൽ ക്ഷത്ത. അപ്പോൾ ഇവിടെ പിന്നെ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചു എന്നല്ലേ ചോദിക്കുന്നത് ശൗനക മഹർഷി. വീണ്ടും ശൗനക മഹർഷി ചോദിക്കുകയാണ്, ക്ഷത്ത ആ വിതുരർ, ക്ഷത്ത എന്ന് വെച്ചാൽ ആ വിതുരർ, മഹാഭാഗവത ഭഗവാന്റെ പരമഭക്തനും കൃഷ്ണസ്യ ഏകാന്തികഃ സുഹൃത്ത് കൃഷ്ണന്റെ ഉറ്റ സുഹൃത്തുമായിട്ടുള്ള ആ വിതുരർ. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകതകളൊക്കെയാണ് പറയുന്നത്. അഘവാൻ ഇതി എന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണനോട് അഘവാൻ ഇതി എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തു, ഭഗവാൻ കൃഷ്ണനോട് ദ്രോഹം തെറ്റ് ചെയ്ത അഗ്രജം തൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രരും ആപത്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരോടും ഒപ്പമുള്ള ജീവിതം യഹ തത്യാജ, യഹ എന്ന് വെച്ചാൽ ഏതൊരു വിതുരരാണോ തത്യാജ ഉപേക്ഷിച്ചത്, അങ്ങനെയുള്ള ആ ഭഗവാന്റെ പരമഭക്തനും ഭഗവാന്റെ ഉറ്റ സുഹൃത്തുമായ ആ വിതുരം. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം അത് പൂർത്തിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഭഗവാനോട് തെറ്റ് ചെയ്ത തൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠപുത്രനെയും ധൃതരാഷ്ട്രരെയും കൗരവരെയും അവരോടൊപ്പമുള്ള ആ ജീവിതത്തെ വിതുരർ ഉപേക്ഷിച്ചല്ലോ. അതിനെ ഉപേക്ഷിച്ച ഭഗവാന്റെ പരമഭക്തനും ഭഗവാന്റെ ഉറ്റ സുഹൃത്തുമായിട്ടുള്ള ആ വിതുരർ. ഇനി വിതുരന്റെ അടുത്ത വിശേഷണമാണ് ശ്ലോകം 3 പറയുന്നത്. ദ്വൈപായനാത് അനവരഃ മഹിത്വേ തസ്യ ദേഹജഃ സർവാത്മനാശ്രിതഃ കൃഷ്ണം തത്പരാൻ ച അഭി അനുവൃതഃ. ദ്വൈപായനാത് അനവരഃ മഹിത്വേ തസ്യ ദേഹജഃ സർവാത്മനാശ്രിതഃ കൃഷ്ണം തത്പരാൻ ച അഭി അനുവൃതഃ. ദ്വൈപായന അറിയാലോ, കൃഷ്ണദ്വൈപായനൻ വ്യാസദേവൻ, അദ്ദേഹത്തിൻ്റെ തസ്യ ദേഹജഃ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നുമുണ്ടായ അദ്ദേഹത്തിൻ്റെ പുത്രനും, എന്നാൽ ദ്വൈപായനാത് അനവരഃ മഹിത്വേ മഹത്വത്തിൽ അദ്ദേഹത്തിനോട് ഒരു അല്പം പോലും കുറവില്ലാതെ എന്ന്. അപ്പോൾ വ്യാസദേവൻ്റെ പുത്രനും മഹത്വത്തിൽ വ്യാസദേവൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നവനുമായ ആ വിതുരർ സർവാത്മനാശ്രിതഃ കൃഷ്ണം
തൻ്റെ ശരീര മനോബുദ്ധിയെ സർവാത്മന പൂർണ്ണമായും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട്, അതാണ് ശ്രുതഃ കൃഷ്ണം, ആശ്രയിക്കുകയും തത്പരാഞ്ച അഭി അനുവൃത, തത്പരാൻ ഭഗവാന്റെ പരമഭക്തന്മാരായിട്ടുള്ള പരമഹംസന്മാരെ അനുവൃത അനുകരിക്കുക, അതായത് അവരോട് വളരെയധികം മമതയും ബഹുമാനവും കാണിക്കുകയും ചെയ്യുന്ന വിതുരർ. അതാണ്. അപ്പോൾ വ്യാസദേവന്റെ പുത്രനും മഹത്വത്തിൽ വ്യാസദേവനോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യുന്ന, തൻ്റെ പൂർണ്ണമായ ശരീരമനോബുദ്ധിയെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ഭഗവാന്റെ പരമഭക്തന്മാരെ എന്നും ബഹുമാനിക്കുകയും അവരെ അനുകരിക്കുകയും ചെയ്യുന്ന ആ ക്ഷത്ത, ആ വിതുരർ വിരജ തീർത്ഥസേവയ, ശ്ലോകം 4 വായിച്ചില്ല. കിം അന്വപൃച്ഛത് മൈത്രേയം വിരജ തീർത്ഥസേവയ ഉപഗമ്യ കുശാവർത്തേ ആസീനം തത്വവിത്തമം. കിം അന്വപൃച്ഛത് മൈത്രേയം വിരജ തീർത്ഥസേവയ ഉപഗമ്യ കുശാവർത്തേ ആസീനം തത്വവിത്തമം എന്ന് വെച്ചാൽ എന്താ? വിരജ തീർത്ഥസേവയ, തീർത്ഥാടന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് നടന്ന് വിതുരർ വിരജ സകല ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തനായിട്ട് തത്വവിത്തമം തത്വജ്ഞാനികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള കുശാവർത്തേ ആസീനം ഹരിദ്വാറിൽ ഇരിക്കുന്ന മൈത്രേയ മഹർഷിയെ ഉപഗമ്യ കണ്ടിട്ട് കിം അന്വപൃച്ഛത് പിന്നീട് എന്തൊക്കെയാണ് അന്വേഷിച്ചത്. അപ്പോൾ ആ 3 ശ്ലോകങ്ങളും ഒരുമിച്ച് ചൊല്ലുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർത്തിയാവുന്നത്. അപ്പോൾ അതെന്തായിരുന്നു? ക്ഷത്താ മഹാഭാഗവത കൃഷ്ണസ്യ ഏകാന്തികഃ സുഹൃത്ത് യഹ തത്യാജ അഗ്രജം കൃഷ്ണേ സ ആപത്യ അഘവാൻ ഇതി. ശ്ലോകം 3. ദ്വൈപായനാത് അനവരഃ മഹിത്വേ തസ്യ ദേഹജഃ സർവാത്മനാശ്രിതഃ കൃഷ്ണം തത്പരാഞ്ച അഭി അനുവൃതഃ. ശ്ലോകം 4. കിം അന്വപൃച്ഛത് മൈത്രേയം വിരജാഃ തീർത്ഥസേവയാ ഉപഗമ്യ കുശാവർത്തേ ആസീനം തത്വവിത്തമം. അതായത് ഭഗവാന്റെ പരമഭക്തനും ഭഗവാന്റെ ഉറ്റ സുഹൃത്തും ഭഗവാനോട് തെറ്റ് ചെയ്യുന്നതിനാൽ തൻ്റെ ജ്യേഷ്ഠനോടും ജ്യേഷ്ഠപുത്രന്മാരോടുമുള്ള ഒപ്പമുള്ള ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്ത് അവരോടൊപ്പമുള്ള ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്ത വ്യാസപുത്രനായിട്ടുള്ള മഹത്വത്തിൽ വ്യാസദേവനോടൊപ്പം നിൽക്കുന്ന സകല പൂർണ്ണമായും ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന ഭഗവത് ഭക്തന്മാരോട് ബഹുമാനവും മമതയുമുള്ള, അതുപോലെ തീർത്ഥാടന യാത്രകളിൽ സ്ഥിരമായി നടത്തി ഭൗതിക മാലിന്യങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ടുള്ള ആ വിതുരർ, അദ്ദേഹം തത്വജ്ഞാനികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഹരിദ്വാറിൽ ഇരിക്കുന്ന മൈത്രേയ മഹർഷിയെ കണ്ട് കിം അന്വപൃച്ഛത് പിന്നീട് എന്തൊക്കെയാണ് അന്വേഷിച്ചത്. അപ്പോൾ അവർ തമ്മിലുള്ള ആ സംഭാഷണത്തെക്കുറിച്ച് ശൗനക മഹർഷി സൂതമുനിയോട് നൈമിഷാരണ്യത്തിലിരുന്ന് ചോദിക്കുകയാണ്. ശ്ലോകം 5. തയോഃ സംവദതോ സൂത പ്രവൃത്താ ഹി അമലഃ കഥഃ ആപഃ ഗാംഗാ ഇവ അഗഗ്നി ഹരേഃ പാദാംബുജ ആശ്രയഃ. തയോഃ സംവദതോ സൂത പ്രവൃത്താ ഹി അമലഃ കഥഃ ആപഃ ഗാംഗാ ഇവ അഗഗ്നിഃ ഹരേഃ പാദാംബുജാശ്രയഃ. അതായത് ശൗനക മഹർഷി പറയാണ് തയോഹോ എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും, അതായത് വിതുരരും മൈത്രേയ മഹർഷിയും സംവാദതോ അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ അവരിങ്ങനെ സംഭാഷണത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അല്ലയോ സൂത മഹർഷിയെ പ്രവൃത്തി അവർ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഹി അമല കഥ, ഒരു അമലം എന്ന് വെച്ചാൽ കളങ്കമില്ലാത്ത ഒരു കാപട്യവുമില്ലാത്ത കഥകളെന്ന്. അപ്പോൾ അവർ തമ്മിൽ ആ മൈത്രേയ മഹർഷിയും വിതുരരും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ടുണ്ടാവുക കുടുംബവിശേഷമൊന്നല്ല, അവരുടെ കുടുംബവിശേഷവും യാത്രാവിവരണങ്ങളും ഒന്നും ആയിരിക്കില്ല അവർ പറഞ്ഞിട്ടുണ്ടാവുക. പരമഭാഗവതന്മാരായ അവർ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഒരു കളങ്കവുമില്ലാത്ത ആ ഭഗവാന്റെ കഥകളെ കുറിച്ചായിരിക്കും. ഇനി ആ കഥകളുടെ പ്രത്യേകത പറയാണ്. പാദാംബുജ ആശ്രയ, ഭഗവാന്റെ പാദാംബുജങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന, തൃപ്പാദങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ആ കഥകൾ കേൾക്കുന്ന വ്യക്തി ഹരേഹേ, ഭഗവാന്റെ ആ കഥകൾ കേൾക്കുന്നവർ ആബഹ ഗംഗ ഇവ അഗഗ്നി, ആബഹ ഗംഗ ഗംഗാജലത്തെ ഇവ പോലെ അഗഗ്നി സകല പാപങ്ങളും ആ കേൾക്കുന്നവൻ്റെ കഴുകിക്കളയപ്പെടുന്നു എന്ന്. ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ആ ഭഗവത് കഥകൾ, ആ ചരിതങ്ങൾ കേൾക്കുന്നവൻ ഗംഗാജലത്തിൽ മുങ്ങിക്കഴിയുമ്പോൾ സകല പാപങ്ങളും കഴുകിക്കളയപ്പെടുന്നത് പോലെ ശ്രവണത്തിലൂടെ, ഭഗവത് കഥാശ്രവണത്തിലൂടെ
ആ കേൾക്കുന്നവൻ്റെ സകല പാപങ്ങളും ഇല്ലാതാക്കാൻ കഴിയുന്ന ചരിതങ്ങളാണ് അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലായല്ലോ. അവർ തമ്മിൽ ആ ചരിതമാണ് സംസാരിച്ചിട്ടുണ്ടാവുക. ശ്ലോകം 6. താ നഹ കീർത്തയാ ഭദ്രേ ഭദ്രം തേ കീർത്തന്യ ഉദാരകർമ്മണഃ രസജ്ഞഃ കഹ നു തൃപ്യേത ഹരിലീലാമൃതം പിബൻ താ നഹ കീർത്തയാ ഭദ്രം തേ കീർത്തന്യ ഉദാരകർമ്മണഃ രസജ്ഞാ കഹ നു തൃപ്യേത ഹരിലീലാമൃതം പിബൻ. അതായത് ആ കഥകളെ ഇപ്പൊ പറഞ്ഞല്ലോ, ആ മൈത്രേയ മഹർഷിയും വിദുരരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകുക, സംഭാഷണം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ടുണ്ടാവുക കാപഢ്യമില്ലാത്ത കളങ്കമില്ലാത്ത ഭഗവത് ചരിതങ്ങളായിരിക്കും. ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ആ ചരിതങ്ങൾ കേൾക്കുന്നവൻ അവൻ പൂർണ്ണമായിട്ടും ആ ചരിതം കേൾക്കുന്നവൻ പൂർണ്ണമായും ഗംഗാനദിയിൽ മുങ്ങുമ്പോൾ അവൻ്റെ സകല പാപങ്ങളും കഴുകിക്കളയുന്നതിന് തുല്യാണെന്ന്. ഭഗവത് കഥ കേൾക്കുന്നവൻ ശ്രവണത്തിലൂടെ അവൻ്റെ സകല പാപങ്ങളും ഇല്ലാതാകുന്നു എന്ന്. കാരണം ആ ഒരു കുറച്ച് നേരം, ആ ഒരു മണിക്കൂർ നേരം മറ്റെല്ലാത്തിൽ നിന്നും വിട്ട് മനസ്സ് ഭഗവാന്റെ ചരിതം കേൾക്കുന്നതിലും പറയുന്നതിലും മുഴുങ്ങിയിരിക്കുമ്പോൾ, അത്രയും നേരമെങ്കിലും നമ്മുടെ മനസ്സ് ഭഗവാനോട് ചേർന്നിരിക്കുമ്പോൾ അത്രയ്ക്കും പാപം കഴുകിക്കളഞ്ഞു പോകുന്നു അതിലൂടെ. മനസ്സിലായ? അങ്ങനെയുള്ള ചരിതങ്ങളായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക. താഹ, ആ സംസാരിച്ച കഥകൾ, അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ നഹ, ഞങ്ങൾക്ക് കീർത്തയ, പറഞ്ഞ് വിശദമായി അങ്ങ് പറഞ്ഞു തരണമെന്ന് വിദുരർ മൈത്രേയ മഹർഷിയോട് പറയാണ്. തേ ഭദ്രം, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. കീർത്തന്യ ഉദാര കർമ്മണ, എപ്പോഴും കീർത്തിക്കപ്പെടേണ്ട ഉദാരമായ കർമ്മങ്ങളാണത്, ഭഗവാന്റെ കർമ്മങ്ങളാണത്. ആ കർമ്മങ്ങൾ തീർച്ചയായും അങ്ങ് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നാലും. എന്നിട്ട് പറയാണ് രസജ്ഞ, ആ കഥകൾ കേട്ടിങ്ങനെ രസം പിടിച്ചിരിക്കുന്ന ഭക്തർ കഹനു, ആരാണ് തൃപ്തി, ആർക്കാണ് തൃപ്തി വരിക എന്ന്? ഹരിലീലാമൃതം, ഭഗവാന്റെ ലീലകളാകുന്ന അമൃതത്തെ പിബൻ, പാനം ചെയ്തിട്ട് കുടിച്ചിട്ട് ആർക്കാ മതിയാവാന്ന്? ഭഗവാന്റെ കഥകൾ കേട്ട് രസം പിടിച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് ആർക്കാണ് ആ കഥകൾ കേട്ട് മതിയായി തൃപ്തി വന്നു എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? അത് ആർക്കും സാധിക്കില്ല. എത്ര കേട്ടാലും ഞങ്ങൾക്കത് മതി വരുന്നില്ല. അപ്പൊ വിദുരർ ഇവിടെ ഞങ്ങൾ എന്നാണ് ഇപ്പോഴും പറയുന്നത് കേട്ടാ. എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ എന്ന് അദ്ദേഹം പറയുന്നേ ഇല്ല, ഞങ്ങൾ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ മുഴുവൻ ലോകരെയുമാണ് അദ്ദേഹം കാണുന്നത്. ഞാൻ കേൾക്കുന്നതിലൂടെ ഇത് പിന്നീട് മുഴുവൻ ലോകവും അറിയും. മൈത്രേയ വിദുര സംഭാഷണം മുഴുവൻ ലോകവും അറിയും. ഞാൻ കേൾക്കുന്നതിലൂടെ ഇത് ലോകത്തെ സകല ജനങ്ങളും അറിയും. അതുകൊണ്ട് നമ്മളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിദുരർ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഭഗവാന്റെ ആ ചരിതം അത് കേൾക്കുന്നവന്റെ സകല പാപങ്ങളെയും ഗംഗാനദിയിൽ മുങ്ങുന്നത് പോലെയാണ്, സകല പാപങ്ങളെയും അത് കഴുകിക്കളയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആ കീർത്തിക്കപ്പെടേണ്ട ആ ഭഗവാന്റെ ചരിതത്തെ, ആ കർമ്മങ്ങളെക്കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നാലും. ഏതൊരു ഭക്തനാണ് ആ കഥകൾ കേട്ടിട്ട് ഈ തൃപ്തി വന്നിട്ടുള്ളത്? മതിയായി എന്ന് തോന്നിയിട്ടുള്ള ആരും തന്നെ ഉണ്ടാവില്ല. എത്ര കേട്ടാലും മതി വരാത്തതാണ് ഭഗവത് കഥകൾ. അത് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് വിദുരര് മൈത്രേയ മഹർഷിയോട് പറഞ്ഞു എന്ന് അങ്ങനെ പറഞ്ഞു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 7. ഏവം ഉഗ്രശ്രവ പൃഷ്ട ഋഷിഭിഃ നൈമിഷായനേ ഭഗവതി അർപ്പിതഃ അധ്യാത്മ താൻ ആഹ ശ്രൂയതാം ഇതി. ഏവം ഉഗ്രശ്രവഃ പൃഷ്ട ഋഷിഭിഃ നൈമിഷായനൈഃ ഭഗവതി അർപ്പിത അധ്യാത്മ താൻ ആഹ ശ്രൂയതാം ഇതി. ഏവം, ഇപ്രകാരം ഉഗ്രശ്രവസ് എന്ന സൂതമുനി പൃഷ്ട, ചോദിക്കപ്പെട്ടു എന്ന്. ഋഷിഭി നൈമിഷായനെ, നൈമിഷാരണ്യത്തിലിരിക്കുന്ന വന്നെത്തിയിരിക്കുന്ന ശൗനകാദി മഹർഷികളാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ട സൂതമുനി ഭഗവതി അർപ്പിത അധ്യാത്മ, ഭഗവാനിൽ അർപ്പിച്ച, പൂർണ്ണമായി സമർപ്പിച്ച മനസ്സോടുകൂടി താൻ ആഹ, ഇപ്രകാരം പറഞ്ഞു. ശ്രൂയതാം ഇതി, നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ എന്ന് പറഞ്ഞു എന്ന്. മനസ്സിലായ? ഇപ്പൊ ശൗനക മഹർഷി പറഞ്ഞത് വിദുരരും മൈത്രേയ മഹർഷിയും തമ്മിലുള്ള സംഭാഷണം, പിന്നീട് എന്താണ് അവർ തമ്മിൽ ചോദിച്ചത്, പിന്നെന്താ ആദ്യം ചോദിച്ചത്, സ്വയംഭുവ മനു എങ്ങനെയാണ് സൃഷ്ടികർമ്മം പിന്നീട് നടത്തിയത്. ഇത് രണ്ട് കാര്യമാണ് ശൗനക മഹർഷി ചോദിച്ചത്. അപ്പം സൂതമുനി അത് കേട്ടപ്പോൾ ഭഗവാനിൽ സമർപ്പിച്ച മനസ്സോടു കൂടിയിട്ട് അതിന് മറുപടി പറയാൻ തുടങ്ങി. അപ്പം തുടങ്ങിയപ്പോൾ ശ്രൂയതാം ഇതി, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. ശ്ലോകം 8. സൂത ഉവാച
ഹരേഹേ ധൃത ക്രോഡ തനോഹോ സ്വമായയാ നിശമ്യ ഗോഹോ ഉദ്ധരണം രസാതലാത് ലീലാം ഹിരണ്യാക്ഷം അവജ്ഞയാ ഹതം സംജാതഹർഷഃ മുനിം ആഹ ഭാരത. നമ്മളപ്പോൾ ആദ്യം പറഞ്ഞ ഭാഗങ്ങളിലേക്ക് ഓർമ്മ പോണട്ടാ. അതായത് തൃതീയ സ്കന്ധത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതിലേക്കാണ് വീണ്ടും ഒന്നും കൂടിയും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൂതമുനി അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ മൈത്രേയ മഹർഷി വീണ്ടും ആദ്യ ഭാഗങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് വിദുരർക്ക്. അപ്പോൾ വിദുരരിലൂടെ നമ്മളിപ്പോൾ മറന്നുപോയില്ലേ കുറേ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ആ തൃതീയ സ്കന്ധത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞത് പറയുകയാണ്. ഹരേഹേ ധൃത കോട തനോഹോ സ്വമായയാ, സ്വന്തം മായയാൽ, സ്വമായ എന്ന് വെച്ചാൽ സ്വന്തം മായാശക്തിയാൽ ധൃത സ്വീകരിച്ചു, ക്രോഡ തനോഹോ വരാഹരൂപം സ്വീകരിച്ച ഹരേ ഭഗവാൻ ശ്രീഹരി ഗോ ഉദ്ധാരണം രസാതലാത്, രസാതലത്തിൽ നിന്നും ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരികയും ഹിരണ്യാക്ഷം അവജ്ഞയാ ഹതം, അതിനെ തടയാൻ ശ്രമിച്ച ഹിരണ്യാക്ഷൻ എന്ന അസുരനെ അവജ്ഞയാന്ന് വെച്ചാൽ വളരെ നിസ്സാരമായിട്ട് വധിക്കുകയും ചെയ്ത ലീല, ഭഗവാന്റെ ആ ലീലയെക്കുറിച്ച് നിശമ്യ കേട്ടിട്ട് സംജാതഹർഷഃ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ട് ഭാരത എന്ന് പറഞ്ഞാൽ വിദുരർ മുനിയും ആഹ, മുനി എന്ന് പറഞ്ഞാൽ മൈത്രേയ മഹർഷിയോട് ഇപ്രകാരം ചോദിച്ചു. മനസ്സിലായ? അപ്പോൾ സൂത മഹർഷി മറുപടി പറയുകയാണ്, ഭഗവാൻ ആ ഒരു സ്വന്തമായ ശക്തിയാൽ വരാഹരൂപത്തെ സ്വീകരിച്ചിട്ട് രസാതല ലോകത്തിലേക്ക് മുങ്ങിപ്പോയ ഭൂമിയെ തിരിച്ചു ഭ്രമണപഥത്തിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് അതിനെ തടസ്സം നിൽക്കാൻ വന്ന ഹിരണ്യാക്ഷനെ വളരെ നിസ്സാരമായി വധിക്കുകയും ചെയ്ത ഭഗവാന്റെ ആ ലീല, അതിനെക്കുറിച്ചൊക്കെ വിശദമായി കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ വിദുരർ മൈത്രേയ മഹർഷിയോട് ചോദിച്ചു. വിദുരർ എന്താണ് ചോദിച്ചത്? അപ്പോൾ സൂതമുനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. വിദുരർ ചോദിച്ചത് ശ്ലോകം 9. വിദുര ഉവാച പ്രജാപതി പതിഹി സൃഷ്ട്വാ പ്രജാസർഗേ പ്രജാപതീൻ കിം ആരഭത മേ ബ്രഹ്മൻ പ്രബ്രുഹി അവ്യക്തമാർഗവിത്. പ്രജാപതി പതിഹി സൃഷ്ട്വാ പ്രജാസർഗേ പ്രജാപതീൻ കിം ആരഭത മേ ബ്രഹ്മൻ പ്രബ്രുഹി അവ്യക്തമാർഗവിത്. വിദുരർ പറയുകയാണ്, പ്രജാപതിമാരുടെയും പതി പിതാവായിട്ടുള്ള ബ്രഹ്മദേവൻ സൃഷ്ടിച്ചതിന് ശേഷം ആരെ? പ്രജാപതിമാരെ, പ്രജാസർഗേ എന്ന് വെച്ചാൽ ജീവികളെ സൃഷ്ടിക്കുക, പ്രജകളെ അല്ലെങ്കിൽ ജീവസത്തകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനായിട്ടുള്ള സൃഷ്ടികർമ്മം നടത്താൻ വേണ്ടിയുള്ള പ്രജാപതിമാരെ, സ്വപുത്രന്മാരായ പ്രജാപതിമാരെ സൃഷ്ടിച്ചതിന് ശേഷം പ്രജാപതിമാരുടെ പതി പിതാവായിട്ടുള്ള ബ്രഹ്മദേവൻ ബ്രഹ്മൻ എന്ന് വിളിക്കുന്നത് അല്ലയോ മൈത്രേയ മഹർഷി. വിദുരർ വിളിക്കുകയാണ്, അല്ലയോ മൈത്രേയ മഹർഷി. കിം ആരഭത, അങ്ങനെ ബ്രഹ്മദേവൻ പിന്നീട് എന്താണ് ചെയ്തത്? പ്രബ്രൂഹി എന്ന് പറഞ്ഞു തന്നാലും അവ്യക്ത മാർഗവിത്ത്. അവ്യക്ത എന്ന് വെച്ചാൽ ഒരു സാധാരണ മനുഷ്യന് അവ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത മാർഗമായ ആ ബ്രഹ്മതത്വത്തെ അറിഞ്ഞ അങ്ങ്, അല്ലയോ ബ്രഹ്മൻ മൈത്രേയ മഹർഷി, അങ്ങ് ആ നമ്മുടെ ധാരണകൾക്ക് അതീതമായ അറിവുള്ള ആ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും തൻ്റെ പുത്രന്മാരായിട്ടുള്ള പ്രജാപതിമാരെ, സൃഷ്ടികർമ്മം നടത്താനായിട്ടുള്ള പ്രജാപതിമാരെ സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മദേവൻ പിന്നീട് എന്തു ചെയ്തു എന്ന് വിദുരർ മൈത്രേയ മഹർഷിയോട് ചോദിച്ചു. ശ്ലോകം 10. യേ മരീചി ആദയഃ വിപ്രാ യഃ തു സ്വയംഭുവഃ മനുഃ തേ വൈ ബ്രഹ്മണ ആദേശാത് കഥം ഏതത് അഭാവയൻ. യേ മരീചി ആദയഃ വിപ്രാ യഃ തു സ്വയംഭുവഃ മനുഃ തേ വൈ ബ്രഹ്മണ ആദേശാത് കഥം ഏതത് അഭാവയൻ. യേ അവര്, മരീചി ആദയഃ അറിയാലോ, ബ്രഹ്മാവ് ആ രുദ്രദേവന് ശേഷം 10 മഹർഷിമാർക്ക് ജന്മം കൊടുത്തിരുന്നു, മരീചി, നാരദ മഹർഷി മുതലായവരൊക്കെ. അപ്പം അവരെയാണ് പറയുന്നത്. അവർ ആ 10 മഹർഷിമാർ, മരീചി മുതലായ വിപ്ര എന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാർ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനികൾ. യഹാത്തു, പിന്നെ സ്വയംഭുവ മനു യഹാത്തു, ആരാണോ യഹ എന്ന് വെച്ചാൽ ആരാണോ തു അദ്ദേഹവും. അപ്പോൾ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം നടത്താനായി 10 പുത്രന്മാരെ സൃഷ്ടിച്ച മരീചി മുതലായ ബ്രഹ്മജ്ഞന്മാരും അതിനുശേഷം സ്വയംഭുവ മനുവിനെ, അദ്ദേഹത്തിന് ബ്രഹ്മാവിൻ്റെ ശരീരം 2ആയി പിരിഞ്ഞ് സ്വയംഭുവ മനുവും ശതരൂപയും
അവരും അവരും ബ്രഹ്മണ ആദേശാത്ത് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം കഥം ഏതത് എപ്രകാരമാണ് അഭാവയൻ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ വികസിപ്പിക്കുക എന്ന കർമ്മം ചെയ്തത്. മനസ്സിലായില്ലേ? ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ മരീചി മുതലായ 10 മഹർഷിമാരും സ്വയംഭുവമനും ശതരൂപയും ഇവരൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ വികസിപ്പിച്ച് കൊണ്ടുവരിക, 14 ലോകങ്ങളും അതിലൊക്കെയുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ വികസിപ്പിച്ചു കൊണ്ടുവരിക എന്ന കർമ്മം ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം എങ്ങനെയാണ് അവരത് ചെയ്തത്? അതാണ് ചോദിക്കുന്നത്. ശ്ലോകം 11. സദ്വിതീയഃ കിം അസൃജൻ സ്വതന്ത്ര ഉദകർമ്മസു അഹോസ്വിത് സംഹദാ സർവ ഇദം സ്മ സമകൽപ്പയൻ. സദ്വിതീയഃ കിം അസൃജൻ സ്വതന്ത്ര ഉദകർമ്മസു അഹോസ്വിത് സംഹദാ സർവ ഇദം സ്മ സമകൽപ്പയൻ. സദ്വിതീയഃ എന്ന് വെച്ചാൽ അവരെ, ദ്വിതീയ എന്ന് വെച്ചാൽ സ്വന്തം പത്നിമാരോടൊപ്പം 10 മഹർഷിമാർക്കും പത്നിമാരുണ്ടായിരുന്നു, സ്വയംഭുവ മനുവിനും പത്നിയുണ്ട് ശതരൂപ. അപ്പോൾ ആ സദ്വിതീയ എന്ന് വെച്ചാൽ അവർ അവരുടെ പത്നിമാരോടൊപ്പം ഒപ്പമാണോ അസൃജൻ സൃഷ്ടികർമ്മം ചെയ്തത്? ഇനി സ്വതന്ത്ര ഉദകർമ്മസു സ്വതന്ത്രമായി നിന്നിട്ട് അവരവരുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് അങ്ങനെയാണോ സൃഷ്ടി ചെയ്തത്? അവര് സ്വതന്ത്രമായി നിന്ന് സ്വന്തം കർമ്മമാകുന്ന സൃഷ്ടിയെ ചെയ്യുകയാണോ? പത്നിമാരോട് ചേർന്നാണോ ഭൗതിക സൃഷ്ടി നടത്തിയത്? ഇനി അതുമല്ല, അതാണ് ഉദാന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്നർത്ഥം. ഇനി അഹോസ്വിത്ത് എന്ന് വെച്ചാൽ അതുമല്ലെങ്കിൽ സംഹദാ സർവ അവരെല്ലാവരും ഒരുമിച്ച് കൂടി, ഈ 10 മഹർഷിമാരും സ്വയംഭുവമനും ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണോ ഇദം സ്മ ഈ പ്രപഞ്ചത്തെ സമകൽപ്പയൻ സൃഷ്ടിച്ചത്? അപ്പോൾ ഇതൊക്കെ വിദുരരുടെ ചോദ്യമാണ്. ആ 10 മഹർഷിമാരും സ്വയംഭുവമനും അവരവരുടെ പത്നിമാരോടൊപ്പം ചേർന്നാണോ ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി നടത്തിയത്? അല്ലെങ്കിൽ ഇനി ഇവരെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നിട്ടാണോ അവരുടെ കർമ്മം ചെയ്തത്? ഇനി അതുമല്ലെങ്കിൽ ഇവരെല്ലാം ഒരുമിച്ച് കൂടി നിന്നിട്ടാണോ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മം ചെയ്തത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൈത്രേയ ഉവാച ശ്ലോകം 12. മൈത്രേയ മഹർഷി അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്ന ഭാഗം നമ്മൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട്. ആദ്യം തന്നെ മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുത്തത് ഒന്നും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ വരാഹ അവതാര കഥയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ വരാഹമൂർത്തിയും ഭൂമിദേവിയും ഹിരണ്യാക്ഷനൊക്കെയാണ് അല്ലേ? അപ്പോൾ ആദ്യ ഭാഗം നമ്മളൊന്ന് മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും കൂടി ഇവിടെ മൈത്രേയ മഹർഷി വിദുരർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം നമുക്കും കൂടി ഓർമ്മപ്പെടുത്തി തരികയാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ മൈത്രേയ ഉവാച ദേവേന ദുർവിതർക്കേണ പരേണ അനിമിഷേണ ച ജാതക്ഷോഭാത് ഭഗവതഃ മഹാനാസീത് ഗുണത്രയാത്. ദൈവേന ദുർവിതർക്കേണ പരേണ അനിമിഷേണ ച ജാതക്ഷോഭാത് ഭഗവതഃ മഹാനാസീത് ഗുണത്രയാത്. മൈത്രേയ മഹർഷി പറയുകയാണ്, ദുർവിതർക്കേണ മനുഷ്യൻ്റെ മനസ്സിനെ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അത്യധികം നിഗൂഢമായിട്ടുള്ള പരേണ അനിമിഷേണ ച പരേണ എന്ന് വെച്ചാൽ ആ ജ്ഞാനസ്വരൂപനായ പുരുഷനും അനിമിഷേണ പുരുഷന്റെ ശക്തിയായ പ്രകൃതിയും ഒരുമിച്ച് ചേർന്ന ദൈവേന ആ പരമാത്മാവിൻ്റെ സങ്കല്പത്താൽ ആ പരമാത്മാവ് മനസ്സിൽ ഇച്ഛിക്കുക. നമ്മളത് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ ജ്ഞാനസ്വരൂപനായ പരമാത്മാവിന് ഒരു ഞാൻ ആരാണെന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായില്ലേ? അപ്പോഴാണ് പ്രകൃതി ശക്തി ആ ആഗ്രഹത്തെ ഉണർത്തി, അപ്പോഴാണ് മായയോട് കൂടി കലർന്നത് അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. പരേണ ആ പുരുഷനും അനിമിഷേണ പുരുഷനോട് ചേർന്നിരിക്കുന്ന പ്രകൃതി ശക്തിയും ഒരുമിച്ച് ചേർന്ന്, അതാണ് അതിനെ പറയുമ്പോഴാണ് ഇവിടെ ദുർവിതർക്കേണ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്രയ്ക്ക് നിഗൂഢമായ തത്വങ്ങളാണ് അതൊക്കെ. അതാണ് ഇവിടെ മുന്നേ തന്നെ പറഞ്ഞത്. അത്രയ്ക്ക് നിഗൂഢമായിട്ടുള്ള ആ പുരുഷനും പ്രകൃതിയും ഒരുമിച്ച് ചേർന്ന പരമാത്മാവ് ഒന്ന് മനസ്സിൽ ഇച്ഛിച്ചപ്പോൾ ഗുണത്രയാത് പ്രകൃതിയുടെ മായയുടെ ത്രിഗുണങ്ങൾ, അതാണ് ഗുണത്രയാത് സത്വരജ തമോ ഗുണങ്ങൾക്ക് ജാതക്ഷോഭാത് പ്രക്ഷുബ്ധമായി. അതുവരെ സത്വരജ തമോ ഗുണങ്ങൾ ഒരേ അനുപാതത്തിൽ തുല്യ അനുപാതത്തിൽ സന്തുലിതാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചലനവും ഉണ്ടായിരുന്നില്ല, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ പരമാത്മാവ് ഇച്ഛിച്ചപ്പോൾ ഞാൻ ആര് എന്ന് അറിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഈ മായയുടെ സത്വരജ തമോ ഗുണങ്ങൾ ത്രിഗുണങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ വന്നു. അതാണ് അതിനെ ജാതക്ഷോഭാത്, അത് പ്രക്ഷുബ്ധമായി, അതിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു, അതിന്
അനക്കം തട്ടി. അപ്പോൾ സത്വഗുണം രജോ ഗുണം ഇങ്ങനെ വേരിയേഷൻ അതിങ്ങനെ കൂടിയും കുറഞ്ഞും വന്നപ്പോൾ ഭഗവതഃ ആ പരമാത്മാവിൽ നിന്ന് മഹാൻ ആസീത് ആദ്യം മഹത്തത്വമുണ്ടായി. ഓർമ്മ വന്നോ? ഇപ്പോൾ ആരെങ്കിലും ഒന്ന് മറുപടി പറയൂ. നമ്മളത് ഒരുപാട് പ്രാവശ്യം കേട്ടതാണ് അല്ലേ? അങ്ങനെയാണ് മഹത്തത്വം ഉണ്ടായത്. ആ മഹത്തത്വത്തിൽ നിന്നും പിന്നീട് എന്താ ഉണ്ടായത്? തമോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ പിന്നീട് എന്ത് സംഭവിച്ചു? അഹങ്കാരതത്വം ഉണ്ടായി. അപ്പോൾ പുരുഷനും പ്രകൃതിയും ഒരുമിച്ച് ചേർന്നുണ്ടായ പരമാത്മാവ് സ്വയം അറിയണമെന്ന് ഇച്ഛിച്ച നിമിഷം പ്രകൃതിയോടെ തന്നെ മായയിലുള്ള സത്വരജതമോ ഗുണങ്ങളുടെ തുല്യ അനുപാതത്തിൽ വ്യതിചലനം സംഭവിച്ചപ്പോൾ ആ പരമാത്മാവ് ആദ്യം തന്നെ എന്തായി മാറി? മഹത്തത്വമായിട്ട് മാറി, അതുണ്ടായി. ഇനി ശ്ലോകം 13. അപ്പോൾ അതിന് എന്താണ് അന്ന് പറഞ്ഞു കൊടുത്തത് എന്ന് പറയാണ്. വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അന്നത്തെ ഭാഗം മൈത്രേയ മഹർഷി വിദുരർക്ക്. എന്നിട്ട് ഇനി അതിനോട് ചേർന്ന് പറയാത്ത കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച കഥ വരാഹമൂർത്തിയിലേക്ക് തിരിഞ്ഞു പോയില്ലേ? അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് ഇനി വരും. ശ്ലോകം 13. രജഃ പ്രധാനാത് महदः त्रिलिङ्गः दैवचोदितात् जात ससर्ज बोधादि वियदात् आदीनि पञ्चशः रजः प्रधानात् महदः लिङ्गदः दैवचोदितात् जात ससर्ज बोधादिः वियदात् अदीनि पञ्चशः അതായത് ഇവിടെ പറയുന്നത് മഹദഹ പ്രധാനാത് രജഹ, അതായത് ആ മഹത്തത്വത്തിൽ അതിൽ തന്നെ രജോ ഗുണ പ്രധാനാത് രജോ ഗുണം കൂടി നിൽക്കുന്ന ഒരവസ്ഥയിൽ ത്രിലിംഗഹ ത്രിഗുണങ്ങളോട് കൂടി ചേർന്ന അഹങ്കാര തത്വം ദൈവചോദിതാത് പരമാത്മാവ് ഇച്ഛിച്ചപ്പോൾ ആ മഹത്തത്വത്തിൽ തന്നെ സത്വരജതമോ ഗുണങ്ങൾ ഇങ്ങനെ വ്യതിചലിച്ച് ഏറ്റക്കുറച്ചിലുകൾ കൂടിയും കുറഞ്ഞും വന്നിങ്ങനെ നിന്നപ്പോൾ അതിൻ്റെ തോതിൽ വന്ന മാറ്റത്തിൽ രജോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ പരമാത്മാവ് തന്നെ മഹത്തത്വത്തിൽ നിന്നും അഹങ്കാര തത്വമായി മാറി. ആ അഹങ്കാര തത്വം ത്തിൻ്റെ പ്രത്യേകത എന്താ? അതിലുമുണ്ട് ത്രിലിംഗ സത്വരജതമോ ഗുണങ്ങൾ. മനസ്സിലായോ? അഹങ്കാര തത്വം ഉണ്ടായപ്പോൾ ആ അഹങ്കാര തത്വത്തിലുമുണ്ട് ത്രിലിംഗം സത്വരജതമോ ഗുണങ്ങളോട് കൂടിയ അഹങ്കാര തത്വം ഉണ്ടായി. ഇതും പരമാത്മാവിൻ്റെ ഇച്ഛയിൽ സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യം മഹത്വത്വം, ഞാൻ എന്ന അവബോധം, അതിനുശേഷം ഞാൻ ഈ അവബോധം നേടാനുള്ള ഞാൻ ആരാണ്? അപ്പം ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ എന്ന അഹങ്കാരം, അഹം എന്ന ബോധം അവിടെ ഉണർന്നു. ആ ബോധത്തിൻ്റെ പ്രത്യേകത അതിനകത്തുമുണ്ട് സത്വരജതമോ ഗുണങ്ങൾ. എന്നിട്ട് പറയാണ് ജാതഹ ഉണ്ടായി, സസൃജേ സൃഷ്ടിക്കപ്പെട്ടു, ഭൂതാദി പഞ്ചഭൂതങ്ങൾ, വിയതാദീനി വിയതാന്ന് വെച്ചാൽ ആകാശം മുതലായ പഞ്ചഭൂതങ്ങൾ, പഞ്ചശഃ 5. അപ്പോൾ ഈ അഹങ്കാര തത്വത്തിലെ തമോ ഗുണത്തിൽ നിന്നും ആകാശം മുതലായ 5 ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമുക്കറിയാലോ. അതിൽ നിന്നും പഞ്ചഭൂതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതിലെ രജോ ഗുണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയ നിയന്ത്രിത ദേവന്മാരൊക്കെ ഉണ്ടായത് നമ്മൾ അന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി ഇവിടെ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് വീണ്ടും അറിഞ്ഞ ഭാഗങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാനുള്ള ഒരു അവസരമായി ഇത്. ശ്ലോകം 14. അപ്പോൾ അഹങ്കാര തത്വമുണ്ടായി. അഹങ്കാര തത്വത്തിലെ തമോ ഗുണത്തിൽ നിന്നും തമോ ഗുണം കൂടി നിൽക്കുന്ന ഒരവസ്ഥയിൽ പഞ്ചഭൂതങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. ഇനി എന്താ ഉണ്ടായത്? ഈ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുകയാണ് അല്ലേ? ഈ കണങ്ങളൊക്കെ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുകയാണ്. ഇവയ്ക്കൊന്നും ചലിക്കാൻ പറ്റണില്ല, ഇതിലൊന്നും ശക്തി കയറിയിട്ടില്ല. അപ്പം ശക്തിയുണ്ടെങ്കിലല്ലേ ചലിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും ചലിക്കുന്നത് ശക്തി കൊണ്ടാണ്, ശക്തി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അഹം വേണ്ട. ആ ശക്തിയാണ് ഈ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ചലിപ്പിക്കുന്നത്. അപ്പോൾ ആ ശക്തിക്ക് കീഴടങ്ങിയാലാണ് നമുക്ക് മായയിൽ നിന്ന് അമ്മയുടെ അനുഗ്രഹം, ആ പ്രകൃതി ശക്തിയുടെ കൃപാ കടാക്ഷം ഉണ്ടാവുകയും മായയിൽ നിന്ന് പുറത്തെത്താനും സാധിക്കുകയുള്ളൂ. അപ്പോഴേ നമ്മൾ ഞാൻ ആര് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അമ്മയ്ക്ക് അച്ഛനെ കാണിച്ചു തരാം, അച്ഛനിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുള്ളൂ എന്ന്. അതിന് നമ്മൾ അമ്മയെ അറിയണമെങ്കിൽ എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും ഞാനാ ചലിപ്പിക്കണേന്നല്ല, അത് ചലിപ്പിക്കുന്ന ശക്തി ആ അമ്മയാണെന്ന് അറിയണം എന്നാണ് പറയുന്നത്. അപ്പോൾ
ഈ കണങ്ങളൊക്കെ ഈ വിഘടിച്ചിങ്ങനെ നിൽക്കുകയാണ്, വേർപെട്ട് നിൽക്കുകയാണ്, ഇവയ്ക്ക് ചലിക്കാൻ ശക്തിയില്ല. അപ്പോൾ ഭൗതിക പ്രപഞ്ചവും ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ പ്രകൃതി ശക്തി അതിനകത്തേക്ക് കയറി ആ ഘടകങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഇവയെല്ലാം ചലിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടി ഒരു അണ്ഡമായി മാറി. അതാണ് ശ്ലോകം 14 പറയുന്നത്. താനി ച ഏകശഃ സ്രഷ്ടും അസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമമണ്ഡം അവാസൃജൻ. താനി ച ഏകശഃ സ്രഷ്ടും അസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമം അണ്ഡം അവാസൃജൻ. താനി ഇപ്പം ഈ ഭൂതങ്ങളുടെ ഈ ഘടകങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ഇവയൊക്കെ ഈ വിഷയങ്ങൾ, ഇതിൻ്റെയൊക്കെ ഘടകങ്ങൾ ഏകശഃ വെവ്വേറെയായിട്ട് ഒറ്റപ്പെട്ട് ഇങ്ങനെ ചലിക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സൃഷ്ടികർമ്മം നടത്താൻ അസമർത്ഥാനി അവർക്ക് കഴിഞ്ഞില്ല. ഭൗതികം ഈ ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനായിട്ട് ആ ഘടകങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ സംഹത്യ ഇവയെല്ലാം സംയോജിച്ചു. എന്തുകൊണ്ട്? ദൈവയോഗേന ആ പരമാത്മാവിൻ്റെ ശക്തി, പ്രകൃതി ശക്തി അതിനകത്തേക്ക് കയറിയപ്പോൾ ഈ ഘടകങ്ങളെല്ലാം സംയോജനിക്കാൻ പറ്റിയപ്പോൾ ഇവ ഇങ്ങനെ കൂടിച്ചേർന്നു. എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഹൈമം അണ്ഡം, സ്വർണം പോലെ തിളങ്ങുന്ന ഒരു അണ്ഡം അവാസൃജൻ അവിടെ ഉണ്ടായി, സൃഷ്ടിക്കപ്പെട്ടു. ഇനി ഈ അണ്ഡം കാരണജലത്തിൽ കുറേ വർഷം മുങ്ങിക്കിടന്നു. അതാണ് ശ്ലോകം 15 പറയുന്നത്. സ ആശയിഷ്ട അബ്ദി സലീലേ അണ്ഡകോശഃ നിരാത്മകഃ സാഗ്രം വൈ വർഷസഹസ്രം അൻവവാത്സീത് തം ഈശ്വരഃ. സ ആശയിഷ്ട അബ്ദി സലീലേ അണ്ഡകോശഃ നിരാത്മകഃ സാഗ്രം വൈ വർഷസഹസ്രം അൻവവാസീത് തം ഈശ്വരഃ. എന്നിട്ട് പറയാണ് അണ്ഡകോശം, ആ ബ്രഹ്മാണ്ഡം എന്നാണല്ലോ ആ സ്വർണ്ണ നിറമുള്ള ആ അണ്ഡം. അബ്ദി സലീലെ ആ കാരണജലത്തിൽ ആശയിഷ്ട ശയിച്ചു എന്ന് കുറേ കാലം. എത്ര കാലം? അതും നിരാത്മക, നിർജീവമായിട്ട്. അപ്പോൾ ആ ഘടകങ്ങളിലുള്ളിൽ പ്രകൃതി ശക്തി കയറിയപ്പോൾ ഘടകങ്ങൾ ശലിച്ചു, ശക്തി വന്നപ്പോൾ ശലിച്ചു. ഇവയെല്ലാം ഒരുമിച്ച് കൂടി സ്വർണ്ണ നിറമുള്ള അണ്ഡമായി ആ കാരണജലത്തിൽ അങ്ങനെ മുങ്ങിക്കിടന്നു കുറേ വർഷം. നിർജീവമായിട്ടാണ് മുങ്ങിക്കിടക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണ്? സാ അഗ്രം എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ, വൈ വർഷസാഹസ്രം അതായത് 1000 വർഷവും അതിൽ കുറച്ചു കൂടുതലും ഈ അണ്ഡം അങ്ങനെ കാരണജലത്തിൽ നിർജീവമായിട്ട് മുങ്ങിക്കിടന്നു. എന്നിട്ട് പറയാണ് അൻവവാസീത് തം ഈശ്വരഃ. അതപ്പോൾ ഈശ്വരഃ ആ പ്രകൃതി, ആ ശക്തി ആ അണ്ഡത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അണ്ഡം അങ്ങനെ പൊട്ടി അതിൽ നിന്നും ആദിനാരായണമൂർത്തി വിരാട് സ്വരൂപൻ പുറത്തേക്ക് വരികയും ചെയ്തു. മനസ്സിലായ? അപ്പോൾ ആ അണ്ഡകോശം പൊട്ടാനും ആ ശക്തി തന്നെ അതിനകത്തേക്ക് വരണം. അപ്പോൾ ഒരു ചലനം സംഭവിക്കണമെങ്കിൽ അന്നു മുതലേന്ന് ആലോചിക്കണേട്ട, ആദ്യത്തെ ചലനം പോലും സംഭവിച്ചത് ആ ശക്തിയിലൂടെ മാത്രമാണ് സംഭവിച്ചത്. അപ്പോൾ ആ ശക്തി ആ അണ്ഡത്തിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ അണ്ഡം, അതിനെക്കുറിച്ച് വിശദമായി ഇവിടെ പറയുന്നില്ല, കാരണം ഒരിക്കൽ അത് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത് മൈത്രേയ മഹർഷി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് അന്ന് പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ ആ അണ്ഡം പൊട്ടിയിട്ട് അതിൽ നിന്നും വിരാട് സ്വരൂപൻ ആദിനാരായണമൂർത്തി ഉണ്ടായി. ആ മൂർത്തിയാണ് ഭൗതികമായി സൃഷ്ടിക്കപ്പെട്ടതിലെ ഏറ്റവും വലിയ സ്ഥൂലരൂപം എന്ന് പറയുന്നത്. ഇനി ശ്ലോകം 16 ആ മൂർത്തിയിൽ നിന്നും ബ്രഹ്മാവ് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നു. തസ്യനാഭേ അഭൂത് പത്മം സഹസ്ര അർക്ക ഉരു ദീദിരി സർവജീവനികയാ ഓഘ സർവജീവനികയാ ഓഘഃ യത്ര സ്വയം അഭൂത് സ്വരാട്. തസ്യ നാഭേ അഭൂത് പത്മം സഹസ്രാർക്ക ഉരുദീധിതി സർവജീവനികയൗ ഔഘ യത്ര സ്വയം അഭൂത് സ്വരാട്. തസ്യ ആ ആദിനാരായണമൂർത്തിയുടെ നാഭിയിൽ നിന്നും അഭൂത് ഉയർന്നു വന്നു പത്മം ഒരു താമര. സഹസ്ര അർക്ക ഉരുദീധിതി ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചു പൊന്തുമ്പോൾ ഉണ്ടാകുന്ന തേജസ്സോടുകൂടി, കാന്തിയോടുകൂടി, അത്രയും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് അത്രയ്ക്ക് കാന്തിയോട് കൂടിയിട്ട്
ആ ആദിനാരായണമൂർത്തിയുടെ നാഭിയിൽ നിന്നും ഒരു താമര പുറത്തേക്ക് വന്നു. സർവജീവനികയാ ഓക, സകല ചരാചരങ്ങളുടെയും 14 ലോകങ്ങളുടെയും വാസസ്ഥാനമാകുന്നു ആ താമര, അല്ലേ? ആ താമരയിലാണ് എല്ലാം ഇരിക്കുന്നത്. കാരണം ഭഗവാന്റെ ഉദരത്തിലുള്ള സകല ചരാചരങ്ങളുടെയും 14 ലോകങ്ങളുടെയും കണങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു താമരമുട്ടായിട്ടാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ സകല ചരാചരങ്ങളുടെയും വാസസ്ഥാനം ആ താമരമുട്ടാണ്. ആ താമരമുട്ടാണ് മുകളിലെത്തിയിട്ട് വിരിഞ്ഞിട്ട് അതിനെ ഇനി പുറത്തേക്ക് ഒരു ഭൗതിക രൂപത്തിൽ, ശരീര രൂപത്തിൽ പുറത്തേക്ക് പ്രസവിക്കാൻ, അല്ലേ, അതിനെ പുറത്തേക്ക് ഇടാനായിട്ട്, എടുത്തിടാനായിട്ട് ഒരാൾ വേണം. അപ്പോഴാണ് ആ താമരമുട്ടിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടായത്. അപ്പോൾ ആ പ്രകൃതി തന്നെ ബ്രഹ്മാവിൻ്റെ രൂപത്തെ സ്വീകരിച്ച് ശക്തി തന്നെ വന്നിട്ട് അതിനെയൊക്കെ സൃഷ്ടിച്ചു. ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ സർവജീവനികയാവ് ഓക, സകല ചരാചരങ്ങളുടെയും 14 ലോകങ്ങളുടെയും ഓകഹ, വാസസ്ഥാനമായിട്ടുള്ള ആ യത്ര, ആ താമരപ്പൂവിൽ സ്വയം അഭൂത്, സ്വയം പ്രകാശിച്ചുകൊണ്ട് സ്വരാട്, ആ ബ്രഹ്മദേവൻ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഇതിനെയൊക്കെ ഇനി ഭൗതിക രൂപത്തിൽ 14 ലോകങ്ങളെ, സർവചരാചരങ്ങളെ, മാനവരാശിയൊക്കെ സൃഷ്ടിക്കാനായിട്ട് ആ ശക്തി ബ്രഹ്മാവിൻ്റെ രൂപം സ്വീകരിച്ച് ആ താമരയിൽ അങ്ങനെ ഒരു പിതാവ് വേണ്ടേ? ഒരു താമരമുട്ടിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോഴും അവിടെ കർമ്മം ചെയ്യാൻ ഒരാൾ വേണം, ഒരു പിതാവ് വേണം. അപ്പം ബ്രഹ്മാവ് ഉണ്ടായി. ഇനി ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ശ്ലോകം 17. സഹ അനുവിഷ്ടഃ ഭഗവതഃ യഹ ശേദേ സലീലാശയേ ലോകസംസ്ഥാം യഥാ പൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാ. സഹ അനുവിഷ്ടഃ ഭഗവതഃ യഹ ശേദേ സലീലാശയേ ലോകസംസ്ഥാം യഥാ പൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാ. സഹ അനുവിഷ്ട, ആ ബ്രഹ്മാവ്, അനുവിഷ്ട എന്ന് വെച്ചാൽ പ്രവേശിച്ചു, ഭഗവതഃ ആദിനാരായണമൂർത്തി, യഹ ശേദേ ശയിക്ക, യഹ എവിടെയാണോ ശയിക്കുന്നത്, സലിലാശയെ, അതായത് ആ കാരണജലത്തിൽ ശയിക്കുന്ന ആ ആദിനാരായണമൂർത്തിയുടെ നിർദ്ദേശപ്രകാരം ആ ബ്രഹ്മാവ് സകല ലോകങ്ങളെയും യഥാപൂർവം എന്ന് വെച്ചാൽ മുമ്പേ ഉണ്ടായിരുന്ന പോലെ സംസ്ഥയാ സ്വയ, ധ്യാനത്തിലിരുന്ന് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണോ താൻ മുന്നേ സൃഷ്ടികർമ്മം നടത്തിയത് എന്ന സ്മരണ നേടിയപ്പോൾ, സ്വയാന്ന് വെച്ചാൽ സ്വന്തം ബുദ്ധിയാൽ, സംസ്ഥയാന്ന് വെച്ചാൽ ബുദ്ധിയാൽ ആ സ്മരണ നേടിയപ്പോൾ യഥാപൂർവം മുന്നത്തെ പോലെ സകല ലോകത്തെയും നിർമ്മമേ സൃഷ്ടിച്ചു എന്ന്. അപ്പൊ ബ്രഹ്മാവ് ആ കാരണജലത്തിൽ ശയിക്കുന്ന ആദിനാരായണമൂർത്തി നിർദ്ദേശം കൊടുത്തത് എങ്ങനെയായിരുന്നു? തപസ് അനുഷ്ഠിക്കൂ, തപസ് ചെയ്യുമ്പോഴാണ് മുൻജന്മത്തെ സ്മരണയുണ്ടാവുക. ഇതൊക്കെ ബ്രഹ്മദേവ മുന്നേ ചെയ്തിട്ടുള്ളതാ, പക്ഷെ ഓർമ്മയില്ല. അപ്പൊ ആ സ്മരണ ഉണ്ടാവണമെങ്കിൽ തപസ് ചെയ്ത് മനസ്സെ ഏകാഗ്രമാക്കൂ. അല്ലാതെ കർമ്മനിരതനായിട്ട് ഇരുന്നാൽ അത് ഓർമ്മ വരില്ല. നീ ആരാണെന്നും നിന്റെ കർമ്മം എന്താണെന്നും മനസ്സിലാവണമെങ്കിൽ നീ തപസ് ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കൂ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ തപസ് ചെയ്ത് അങ്ങനെ സ്വന്തം ബുദ്ധിയിൽ ആ സ്മരണ വന്നിട്ട് മുന്നത്തെ പോലെ തന്നെ പ്രപഞ്ചത്തെ മുഴുവൻ ലോകങ്ങളെയും സൃഷ്ടിച്ചു. ശ്ലോകം 18. സസർജ ഛായയാ അവിദ്യാം പഞ്ചപർവാണാം അഗ്രതഃ താമിശ്രം അന്ധതാമിശ്രം തമഹ മോഹോ മഹാതമഹ. ഇതൊക്കെ നമ്മൾ അന്ന് പഠിച്ചതാണ്. സസർജ ഛായയാ അവിദ്യാം പഞ്ചപർവാണം അഗ്രതഃ താമിശ്രം അന്ധതാമിശ്രം തമഹ മോഹോ മഹാതമഹ. സസർജ, ആ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്ന്. ഛായയാ അവിദ്യ, സ്വന്തം നിഴലിൽ നിന്നും, ശരീരത്തിൻ്റെ നിഴലിൽ നിന്നും അവിദ്യ, അജ്ഞാനത്തെ. പഞ്ചപർവാണം, 5 വിഭാഗങ്ങളിൽ അഗ്രതഃ, ഏറ്റവും ആദ്യമായിട്ട്. അപ്പം ആ ബ്രഹ്മദേവൻ ഏറ്റവും ആദ്യമായിട്ട് സ്വന്തം ശരീരത്തിൻ്റെ നിഴലുണ്ടല്ലോ, ആ നിഴലിൽ നിന്നും 5 തരത്തിലുള്ള അജ്ഞാനമാകുന്ന ആ അറിവില്ലായ്മ അല്ലെങ്കിൽ ആ അവിദ്യയെ, 5 വിധത്തിലുള്ള അവിദ്യയെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത്. ആദ്യത്തെ പറയുന്നത് താമിശ്രം അന്ധതാമിശ്രം. താമിശ്രം കോപം, അന്ധതാമിശ്രം എന്ന് വെച്ചാൽ കോപം അങ്ങോട്ട് പെരുത്തു കയറുമ്പോൾ, കൂടി അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയുക, കൊല, ഒരു പ്രക്ഷുബ്ധമാകുന്നൊരവസ്ഥ, എന്താ ചെയ്യേണ്ടതെന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത കോപത്തിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന അതിതീവ്രമായ കോപത്താൽ ഉണ്ടാകുന്ന കർമ്മങ്ങൾ, തെറ്റായ കർമ്മങ്ങൾ. ഇനി തമഹ എന്ന് വെച്ചാൽ അറിവില്ലായ്മ. അറിവില്ലായ്മ എന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്നുള്ള യഥാർത്ഥ അറിവ് ഇല്ലായ്ക. ഞാൻ എന്ന അഹങ്കാരത്തിലിരിക്കുമ്പോഴാണല്ലോ, ഞാൻ ഈ വ്യക്തിയാണല്ലോ എന്ന തോന്നലിൽ നിന്നാണ് സകല വികാരങ്ങളും, കോപം മുതലായ എല്ലാ വികാരങ്ങളും ഉണ്ടാകുന്നത്. അപ്പം തമഹ എന്ന് വെച്ചാൽ അറിവില്ലായ്മ.
ഞാൻ ആരാണ് യഥാർത്ഥത്തിൽ എന്ന് തിരിച്ചറിയാതിരിക്കുക. മോഹം എന്ന് വെച്ചാൽ എന്താ, അങ്ങനെ തിരിച്ചറിയാതെ ഞാൻ ഈ വ്യക്തിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, നമുക്ക് ഒരുപാട് ഭൗതികമായ മോഹങ്ങൾ ഉണ്ടാകുന്നു അല്ലേ. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവില്ലായിക ആദ്യത്തെ, അതാണ് അറിവില്ലായ്മ, തമഹ എന്ന് പറയുന്നത്. പിന്നെ മോഹം. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിയാതെ വരുമ്പോൾ, ആ അറിവില്ലായ്മ വരുമ്പോൾ എന്താ, അപ്പം അവിടെ ഈഗോ, അഹങ്കാരം, ഞാൻ ഇന്ന വ്യക്തിയാണ് എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നിടത്ത് എനിക്ക് ഇന്നതൊക്കെ വേണം എന്ന ഭൗതിക ആഗ്രഹങ്ങൾ വരുന്നു. അതാണ് മോഹ. ഇനി മഹാതമഹ, ഈ ഭൗതിക വസ്തുക്കളോടുള്ള ആദിയായ ആസക്തി, ആഗ്രഹം, അത് വേണം, ഇത് വേണം, വീട് വേണം, കുടുംബം വേണം, പാർപ്പിടം വേണം, ഭാര്യ വേണം, ഭർത്താവ് വേണം, മക്കൾ വേണം, മക്കളുടെ വിദ്യാഭ്യാസം, ഓരോ കാലഘട്ടങ്ങളിലും അതിനതിരില്ലാത്ത അന്ധമായ മോഹങ്ങളും, ഈ മോഹങ്ങളൊക്കെ സാധിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന താമിശ്രം, കോപം, ആ കോപം പിന്നീട് അന്ധകാമിശ്രം, അന്ധമായ കോപത്തിലേക്ക്, പ്രക്ഷുബ്ധമാകുന്ന, എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരവസ്ഥയിലേക്ക്, നാശത്തിലേക്ക് ആ മനുഷ്യനെ നയിക്കുന്നു. ഇങ്ങനെ 5 വിധത്തിൽ: തമസ്, അറിവില്ലായ്മ, മോഹം, പിന്നെ മഹാമോഹം, പിന്നെ അതിൽ നിന്നും ഉണ്ടാകുന്ന കോപം, പിന്നെ അന്ധമായ കോപാവസ്ഥ. ഇങ്ങനെയുള്ള 5 തരത്തിലുള്ള അറിവില്ലായ്മയാണ് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും ആദ്യമായിട്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് എന്ന്. ഈ 5 അറിവില്ലായ്മയും ഇതിനെ സൃഷ്ടിച്ചത് നമുക്ക് ഓർമ്മയുണ്ടോ? പറഞ്ഞ ഭാഗം ഇത് സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിന് ആകെ ഒരു വിഷമം തോന്നി. കാരണം ആദ്യമായിട്ട് താൻ സൃഷ്ടിച്ചത് മുഴുവനും ഇങ്ങനെ ഒരു അറിവില്ലായ്മയും അജ്ഞാനവും ഈ തമോ ഗുണത്തെ ആണല്ലോ ഞാൻ ആദ്യമായിട്ട്, ഇങ്ങനെ ഒരു തെറ്റായ കാര്യത്തെ ആണല്ലോ എന്നിൽ നിന്നും. ബ്രഹ്മാവിന് പോലും അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ, അതാണ് പ്രത്യേകത. മനസ്സിലായോ? ബ്രഹ്മാവ് പോലും ആഗ്രഹിച്ചിട്ടില്ല, നല്ലതിനെ സൃഷ്ടിക്കണം എന്നാണ് ബ്രഹ്മാവ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ബ്രഹ്മാവിൻ്റെ പോലും നിയന്ത്രണത്തിന് അപ്പുറത്ത് ബ്രഹ്മാവിനെ കൊണ്ട് ആ കർമ്മം ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ നിയന്ത്രണത്തിൽ ബ്രഹ്മാവ് പോലും ഇഷ്ടപ്പെടാത്തതൊക്കെയാണ് ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതെന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മം നമ്മൾ വിചാരിക്കും നമ്മളാണ് ചെയ്യണേന്ന്. പക്ഷേ നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ച് നമ്മളിലൂടെ നമ്മളുടെ നിയന്ത്രണത്തിന് അപ്പുറത്ത് ആ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് നമ്മളൊക്കെ. ആ ശക്തിയാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചിന്തിപ്പിച്ച് നമ്മളെ കൊണ്ട് അത് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതാണ് യഥാർത്ഥ സത്യം. ഇതൊന്നും നമ്മളുടെ നിയന്ത്രണത്തിന് വിധേയമല്ല. ഇതൊക്കെ ആ ശക്തി നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു, ചെയ്യിപ്പിക്കുന്നു. ആ ശക്തിക്ക് വിധേയമായിട്ട് ഇങ്ങനെ തിരിപ്പിച്ച് വിടുകയാണ് ആ ശക്തി. ഇങ്ങനെ പാവയുടെ പിന്നിൽ ഇങ്ങനെ സ്ക്രൂ തിരിക്കില്ല, അപ്പോൾ ആ പാവ ഇങ്ങനെ തട്ടി തട്ടി പോകുന്ന പോലെ തിരിപ്പിച്ച് വിടുക. അപ്പം നമ്മളൊക്കെ അതിന് വിധേയമായിട്ട് നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു. ഇത് നമുക്ക് പറ്റുന്നതൊക്കെ തെറ്റെന്താ, ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചല്ലോ, അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മൾ വേദനിക്കുന്നു. എന്തിന് അങ്ങനെ വേദനിക്കേണ്ട ആവശ്യം? അതെന്താന്ന് വെച്ചാൽ അത് നമുക്കുണ്ടാകുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഞാനാണ് അത് പറയുന്നത്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അത് ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്കത് ഒഴിവാക്കാമായിരുന്നു എന്ന അഹങ്കാരമാണ് നമ്മുടെ ഉള്ളിൽ. അതാണ് നമ്മളങ്ങനെ പറയുന്നത്. നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന ആ സ്ക്രൂ തിരിപ്പിച്ചു വിടുന്ന ശക്തിയുടെ വിധേയമായിട്ടാണെന്ന് ചിന്തിക്കുന്നവിടത്ത് നമ്മളുടെ സകല അഹങ്കാരവും നശിച്ചു പോകും. അവിടെ ശമിക്കുക. അവിടെ അതിന് വിധേയമായിട്ട് നമ്മളിങ്ങനെ പാവക്കളെ ആടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഈ ഭൗതിക ജീവിതം അതാണ്. അപ്പോൾ ബ്രഹ്മാവ് പോലും ആഗ്രഹിച്ചിട്ടില്ല സ്വന്തം നിഴലിൽ നിന്ന് ഇവയൊക്കെ ഉണ്ടാക്കണമെന്ന്, നല്ലതിനെ സൃഷ്ടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ബ്രഹ്മാവാണ്. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിന് പോലും നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത വിധം അദ്ദേഹത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇങ്ങനെയുള്ള അറിവില്ലായ്മയും വികാരങ്ങളും. കാരണം അതും വേണം ഈ ഭൗതിക ലോകത്ത്. അപ്പോൾ അദ്ദേഹത്തിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിൽ നിന്നും പുറത്തേക്ക് വരികയാണ് ഇതെല്ലാം. ഇനി ശ്ലോകം 19. വിസസർജ ആത്മനഃ കായം നാ അഭിനന്ദൻ തമഹമയം ജഗൃഹു യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത് ത്രിഡ് സമുദ്ഭവാം. വിസസർജ ആത്മനഃ കായം നാ അഭിനന്ദൻ തമഹമയം ജഗൃഹു യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത് ത്രിഡ് സമുദ്ഭവാം. അതായത് വിസസർജ എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചു, ആത്മനാകായം സ്വന്തം ശരീരത്തെ, ന അഭിനന്ദൻ ഒരു സന്തോഷവും തോന്നാതെ. അതായത് ബ്രഹ്മദേവൻ അപ്പോൾ ഭയങ്കര നിരാശയായി. തന്നിൽ നിന്നും തൻ്റെ ശരീരത്തിൻ്റെ നിഴലിൽ നിന്നല്ലേ ഈ 5 അവിദ്യയും ഉണ്ടായത്. അപ്പോൾ ബ്രഹ്മദേവൻ ആകെ നിരാശയായി. അപ്പോൾ അതിനെ സൃഷ്ടിക്കേണ്ടി വന്ന നിരാശയിൽ, അറിയാതെ അങ്ങനെ തന്നിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയില്ലേ എന്നുള്ള നിരാശയിൽ ബ്രഹ്മദേവൻ ആ ശരീരത്തെ അങ്ങ് ഉപേക്ഷിച്ചു എന്ന്.
മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്. സരസ്വതി ദേവിയെ മോഹിച്ചപ്പോൾ പുത്രന്മാർ മഹർഷിമാർ ഉപദേശിച്ചപ്പോൾ അന്ന് ബ്രഹ്മദേവൻ ശരീരം ഉപേക്ഷിച്ചു എന്ന്. ആ ഉപേക്ഷിച്ചതിൽ നിന്നാണ് ഇരുട്ട്, തമസ്, അന്ധകാരം ഉണ്ടായത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനു മുന്നേ അന്ന് ഈ എന്താ പറയുക, ഈ സ്കന്ധത്തിൻ്റെ തന്നെ ആദ്യ ഭാഗത്തിൽ മൈത്രേയ മഹർഷി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ ഇപ്പോൾ വീണ്ടും ഈ 5 അവിദ്യയും ഉണ്ടാക്കപ്പെട്ടപ്പോൾ തന്നിൽ നിന്നും ഉണ്ടായപ്പോൾ അഭിനന്ദൻ ഒരു സന്തോഷവും തോന്നിയില്ല എന്ന് ബ്രഹ്മാവിന്. അങ്ങനെ അദ്ദേഹം ആത്മനാകായം സ്വന്തം ശരീരം വിസർജ ഉപേക്ഷിച്ചു. തമഹമയം അജ്ഞാന നിർമ്മിതമായ, അജ്ഞാനത്തെ നിർമ്മിച്ചതുകൊണ്ട് അജ്ഞാന നിർമ്മിതമായ ആ ശരീരത്തെ മനസ്സിനൊരു സന്തോഷവും തോന്നിയില്ല. തൻ്റെ ഈ ശരീരത്തിൻ്റെ നിഴലിൽ നിന്നല്ലേ അതുണ്ടായത്. അപ്പോൾ അജ്ഞാന നിർമ്മിതമായ ആ ശരീരത്തെ അദ്ദേഹം ഉപേക്ഷിച്ചു. അപ്പം എന്താ ഉണ്ടായതെന്നാ, അദ്ദേഹം ആ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ യക്ഷരക്ഷാംസി ജഗൃഹു എന്ന് വെച്ചാൽ ഏറ്റെടുത്തു എന്ന്. അതായത് അതിനെ സ്വീകരിച്ചു. ബ്രഹ്മാവിൻ്റെ ആ ശരീരം ഉപേക്ഷിച്ച്, ബ്രഹ്മാവ് ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ചപ്പോൾ ആ ശരീര ഘടകങ്ങളെ ആരാ സ്വീകരിച്ചത്? യക്ഷന്മാരും രാക്ഷസന്മാരും ആ ബ്രഹ്മദേവന്റെ ശരീരത്തെ സ്വീകരിച്ചു. അപ്പോൾ അവിടെ അന്ധകാരം, രാത്രി, മനസ്സിലായ, ഇരുട്ടുണ്ടായി. അങ്ങനെ അന്ധകാരം, രാത്രി അവിടെ ഉണ്ടായി. ആ രാക്ഷസന്മാരും യക്ഷസന്മാരും ക്ഷുത്ത് ത്രിഡ് സമുദ്ഭവം, അവരിൽ നിന്നും ക്ഷുത്ത് എന്ന് വെച്ചാൽ വിശപ്പ്, ത്രിഡ് എന്ന് വെച്ചാൽ ദാഹം എന്നിവ ഉണ്ടായി. അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന, ഭൗതിക സുഖാസക്തികൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് ഈ രാക്ഷസന്മാരും അസുരന്മാരൊക്കെ അല്ലേ. അതാണ് അവരിൽ നിന്നാണ് വിശപ്പും ദാഹവും തുടങ്ങിയ അനുഭവങ്ങൾ, തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടായത് എന്ന്. അപ്പം ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ് ബ്രഹ്മാവിനെ കൊണ്ട് ഇതൊക്കെ ആ പ്രകൃതി ചെയ്യിപ്പിച്ചത്. മനസ്സിലായോ? അപ്പോൾ പ്രകൃതി ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും ഇതിനെയൊക്കെ സൃഷ്ടിപ്പിച്ചു. ബ്രഹ്മാവിന് നിരാശ തോന്നിയപ്പോൾ ബ്രഹ്മാവ് ആ ശരീരം തന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ ബ്രഹ്മാവ് ഉപേക്ഷിച്ച ആ ശരീരകണങ്ങളെ രാക്ഷസന്മാരും യക്ഷന്മാരും ഏറ്റെടുത്തു. അപ്പോൾ അവർ സ്വീകരിച്ചപ്പോൾ അവിടെ രാത്രി ഉണ്ടായി. അന്ധകാരം, ഇരുട്ട്, രാത്രി ഉണ്ടായി. അങ്ങനെയാണ് രാത്രി ഉണ്ടായത്. അപ്പോൾ രാത്രി ഉണ്ടായപ്പോൾ അത് മാത്രമല്ല, ഈ രാക്ഷസന്മാരിൽ നിന്നും വിശപ്പ്, ദാഹം തുടങ്ങിയ വികാരങ്ങളും ഉദ്ഭവിച്ചു. അപ്പോൾ ഇവിടെ രാത്രി എന്നൊരു സമയം, പകലും രാത്രിയും ഉണ്ടാവാൻ ഒരു കാരണമായിരുന്നു ഇത് എന്ന് മനസ്സിലായോ? ഈ ഒരു കാരണത്തിൽ നിന്നാണ് പകലും രാത്രി ഉണ്ടായത്. അപ്പോൾ ഈ പകലും രാത്രിയും വിശപ്പ്, ദാഹം ഇവയൊക്കെ ഉണ്ടാകാൻ വേണ്ടി ആ പ്രകൃതി ബ്രഹ്മാവിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്ന് വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. ഈ ശ്ലോകം 20. ക്ഷുത്ത് ത്രിഭ്യാം ഉപസൃഷ്ടാഹ തേ തം ജഗ്തും അഭിദുദ്രുവു മാ രക്ഷതായേനം ജക്ഷത്വം ഇതി ഊജു ക്ഷുത്ത് ത്രിഡ് അർദിതഃ. ക്ഷുത്രിഭ്യാം ഉപസൃഷ്ടാഹ തേ തം ജഗ്തും അഭിദുദ്രുവുഹു മാ രക്ഷതായേനം ജക്ഷത്വം ഇതി ഊജുഹു ക്ഷുത്ത് ത്രിഡ് അർദിതഃ. അതായത് അങ്ങനെ ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ കണങ്ങളിൽ നിന്നും രാക്ഷസന്മാരും യക്ഷന്മാരും ഉണ്ടായി, രാത്രി ഉണ്ടായി, വിശപ്പും ദാഹവും ഉണ്ടായില്ലേ. അപ്പോൾ ഇവരിൽ നിന്നും വിശപ്പും, ഇവർ ഈ ആസക്തി കൂടിയവരാണല്ലോ. അപ്പോൾ വിശപ്പും ദാഹവും അങ്ങനെയാണ് ഉത്ഭവിച്ചത്. വിശപ്പും ദാഹവും വന്നപ്പോൾ ഇവരെന്താ ചെയ്തേ? ഇവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. അപ്പോൾ ഇവർ മുന്നിൽ കാണുന്നത് ആരെയാ? ബ്രഹ്മാവിൻ്റെ ശരീരഗണത്തെയാ. അപ്പോൾ ബ്രഹ്മാവിനെ തന്നെ തിന്നാൻ ഭക്ഷിക്കാൻ അവർ ഓടി വന്നു. അതാണ് ഇവിടെ പറയുന്നത്. ക്ഷുത്ത് ത്രിഭ്യാം വിശപ്പും ദാഹവും നിമിത്തം ഉപസൃഷ്ട വലഞ്ഞുപോയ തേ ആ രാക്ഷസന്മാർ തം അവരുടെ പിതാവായിട്ടുള്ള, അതായത് ബ്രഹ്മാവിൽ നിന്നാണല്ലോ അവരുണ്ടായത്. അപ്പോൾ ആ ബ്രഹ്മാവിനെ ജഗ്തും അഭിദ്രുത, ജഗ്തും എന്ന് വെച്ചാൽ ഭക്ഷിക്കുവാൻ, അഭിദുദ്രുവുഹു ഓടിയെടുത്തു നിന്ന്. അവർക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ ചുറ്റും ഒന്നുമില്ല. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ശരീരഗണങ്ങൾ അതിനെ ഭക്ഷിക്കാൻ വേണ്ടി, ബ്രഹ്മാവിനെ ഭക്ഷിക്കാൻ വേണ്ടി അവർ ഓടി വന്നു എന്നാണ് പറയുന്നത്. ആ വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ അതിൽ വലിഞ്ഞുപോയി ആ രാക്ഷസന്മാർ ആ വിശപ്പ് ശമിപ്പിക്കാൻ ബ്രഹ്മാവിനെ തന്നെ ഭക്ഷിക്കാനായി ഓടി വന്നു. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞത് മാ രക്ഷതായേനം, അവനെ വെറുതെ വിടരുത് എന്ന്, ബ്രഹ്മാവിനെ വെറുതെ വിടരുത് എന്ന് ആ രാക്ഷസന്മാർ വിളിച്ചു പറഞ്ഞു. മാ രക്ഷതായേനം, അതുപോലെ ജക്ഷത്വം, അവനെ തിന്നണം, ഇപ്രകാരം ഊജു ആ രാക്ഷസന്മാർ വിളിച്ചു പറഞ്ഞു. ക്ഷുത്ത് ത്രിഡ് അർദിതഃ, വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞുപോയ ആ രാക്ഷസന്മാർ ആ ബ്രഹ്മാവിനെ, അവനെ വെറുതെ വിടരുത്, അവനെ എത്രയും പെട്ടെന്ന് നമ്മൾ ഭക്ഷിക്കണമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പേടിച്ചു.
അപ്പോൾ ബ്രഹ്മാവ് അവരോട് പറയാണ്, നിങ്ങൾ എന്നെ ഭക്ഷിക്കരുത്, എന്നെ രക്ഷിക്കണം എന്ന് അവരോട് പറയുന്നതാണ് ശ്ലോകം 21. ദേവഃ താൻ ആഹ സംവിഘ്നഃ മാം ജക്ഷത രക്ഷത അഹോ മേ യക്ഷ രക്ഷാംസി പ്രജായൂയം ബഭൂവിദഃ. ദേവഃ താൻ ആഹ സംവിഘ്നഃ മാം ജക്ഷതഃ രക്ഷതഃ അഹോ മേ യക്ഷ രക്ഷാംസി പ്രജായൂയം ബഭൂവിദഃ. ദേവഃ ആ ബ്രഹ്മദേവൻ താൻ അവരോട് ആ അസുരന്മാരോട് ആഹ ഇപ്രകാരം പറഞ്ഞു. സംവിഘ്നഃ എന്ന് വെച്ചാൽ പരിഭ്രമിച്ചുകൊണ്ട് തന്നെ തിന്നാനാ വരുന്നത്. അപ്പൊ ആ ബ്രഹ്മാവ് എന്ന ചിന്ത തോട്ടവിടെ ഉണ്ടല്ലോ, ആ ശരീരകണങ്ങളാണ് ഇപ്പൊ രാത്രിയായി മാറിയത്. അപ്പൊ ബ്രഹ്മാവ് ഉടനെ എൻ്റെ ശരീരം ഭക്ഷിക്കരുത് എന്ന് പരിഭ്രമിച്ചുകൊണ്ട് ആ രാക്ഷസന്മാരോട് പറഞ്ഞു, അരുത്, എന്നെ ജക്ഷതഃ ഭക്ഷിക്കാൻ, എന്നെ ഭക്ഷിക്കരുത് നിങ്ങൾ, രക്ഷതഃ എന്നെ രക്ഷിക്കണേ എന്ന് ആ രാക്ഷസന്മാരോട് ബ്രഹ്മാവ് വിളിച്ചു പറഞ്ഞു. അഹോ മേ യക്ഷരക്ഷാംസി, എൻ്റെ യക്ഷരക്ഷാംസി യക്ഷരാക്ഷസ പുത്രന്മാർ, എൻ്റെ പുത്രന്മാർ, യൂയം നിങ്ങൾ, ബഭുവിധ എൻ്റെ പുത്രന്മാരായിട്ട് നിങ്ങൾ ജനിച്ചു പോയി എന്ന് ബ്രഹ്മാവ് പറയണ നോക്കൂ. ഞാൻ നിങ്ങളെ ജനിപ്പിച്ചു, നിങ്ങൾ എൻ്റെ പുത്രന്മാരെന്നല്ല പറഞ്ഞത്. അയ്യോ നിങ്ങൾ എന്നെ ഭക്ഷിക്കരുതേ, രാക്ഷസന്മാരോട് പറഞ്ഞു നിങ്ങൾ എന്നെ ഭക്ഷിക്കരുതേ, നിങ്ങൾ എന്നെ രക്ഷിക്കണേ. അഹോ എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങളൊക്കെ എൻ്റെ രാക്ഷസന്മാരെ, നിങ്ങളൊക്കെ എൻ്റെ പുത്രന്മാരായി ജനിച്ചു പോയി. അപ്പം എൻ്റെ പോലെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യം, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യം എന്നിൽ നിന്ന് സംഭവിച്ചു പോയി എന്ന്. അതിൻ്റെ അർത്ഥം ആ എല്ലാത്തിനും ഉപരിയായ ആ പരമശക്തിയുടെ നിയന്ത്രണത്തിലാണ് നമ്മളൊക്കെ ചലിക്കുന്നത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ നിങ്ങൾ എൻ്റെ പുത്രന്മാരായി ജനിച്ചു പോയി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഭക്ഷിക്കരുതേ എന്ന് ബ്രഹ്മദേവൻ അവരോട് വിളിച്ചു പറഞ്ഞു. ആ സമയം ബ്രഹ്മാവിൻ്റെ ശരീരകണങ്ങളിൽ നിന്നും പകലുണ്ടായി, ദേവന്മാരുണ്ടായി. അതാണ് ശ്ലോകം 22 പറയുന്നത്. ദേവതഃ പ്രഭയാ യാ ദിവ്യാൻ പ്രമുഖതഃ അസ്രജിത് തേ അഹാർഷുഃ ദേവയന്തഃ വിസൃഷ്ടാം താം പ്രഭാം അഹഹ. ദേവതഃ ദേവന്മാർ, പ്രഭയാ എന്ന് വെച്ചാൽ പ്രഭാവത്താൽ, ഏതൊക്കെ എന്ന് വെച്ചാൽ ഏതൊക്കെ ദേവന്മാർ, ദിവ്യാന്ന് വെച്ചാൽ പ്രകാശിച്ചു നിൽക്കുന്ന, പ്രമുഖതഃ പ്രധാനമായിട്ടുള്ള, അസ്രജിത്ത് സൃഷ്ടിച്ചപ്പെട്ടു എന്ന്. അതായത് ബ്രഹ്മാവിൻ്റെ ആ ശരീരം അതിൻ്റെ സത്വഗുണം, അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ആ ശരീരകണങ്ങളിൽ മായയുടെ സത്വഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ദിവ്യാൻ ഒന്ന് പ്രകാശിച്ചപ്പോൾ അതിൽ മുഖ്യമായിട്ടുള്ള പ്രധാനമായ ദേവന്മാർ, ദേവതഃ എന്ന് വെച്ചാൽ ദേവന്മാർ, അസ്രജത്ത് സൃഷ്ടിക്കപ്പെട്ടു. തേ അവർ അഹർഷു എന്ന് വെച്ചാൽ അവരെ അംഗീകരിച്ചു എന്ന്. അവരപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ശരീരകണങ്ങളിൽ സത്വഗുണം കൂടി നിൽക്കുമ്പോൾ ഉണ്ടായ പ്രകാശത്തിൽ നിന്നുമാണ് ദേവന്മാർ പുറത്തു വന്നത്. അവരപ്പോൾ ആ പ്രകാശത്തെ അങ്ങ് സ്വീകരിച്ചു. ദേവയന്തഃ ആ പ്രകാശത്തിൽ നിന്ന് വിസൃഷ്ടാം എന്ന് വെച്ചാൽ ആ ബ്രഹ്മാവ് ഉപേക്ഷിച്ച ശരീരത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് താം പ്രഭാം ആഹ, അതായത് പകൽ സമയം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ശരീരകണങ്ങളിൽ സത്വഗുണം കൂടി നിൽക്കുന്ന ഒരു സമയം പ്രകാശിച്ചപ്പോൾ ആ പ്രകാശത്തിൽ നിന്നും ദേവന്മാർ പുറത്തു വന്നപ്പോൾ അവർ ആ പ്രകാശം കണ്ടു. അതിനെ പകൽ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. ആ പ്രകാശമാണ് പകൽ എന്ന് പറഞ്ഞ് സ്വീകരിച്ചത്. അങ്ങനെ ബ്രഹ്മാവ് ഉപേക്ഷിച്ച ആ ശരീരകണങ്ങളിൽ സത്വഗുണത്തിൻ്റെ പ്രകാശം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ദേവന്മാരും ഉണ്ടായി, അങ്ങനെ പകലും ഉണ്ടായി എന്നാണ് പറയുന്നത്. മതിയില്ലേ? സമയമായില്ലേ? 9:11 മനസ്സിലായില്ലേ? അപ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, ബ്രഹ്മാണ്ടം, അതുപോലെ വിരാട് സ്വരൂപനിൽ നിന്നും ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മം, ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നും 5 അവിദ്യ, അതിൽ ദുഃഖം തോന്നിയ ബ്രഹ്മാവ്, ശരീരം ഉപേക്ഷിച്ച അതിൽ നിന്നും ഇരുട്ട്, അസുരന്മാർ, രാക്ഷസന്മാർ, വിശപ്പ്, ദാഹം, അതിനുശേഷം ബ്രഹ്മാവിൻ്റെ ആ ശരീരകണങ്ങളുടെ സത്വഗുണത്തിൽ കൂടിയ നിൽക്കുന്ന അവസ്ഥയിൽ പ്രകാശിച്ചപ്പോൾ ദേവന്മാരും പകലും ഉണ്ടായി. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ. നമസ്തേ.